ഹജ്ജ് ചെയ്തവർക്കൊക്കെ സ്വർഗം കിട്ടുമെന്നല്ല. നമ്മുടെ പൊതുധാരണ എന്ന് പറയുന്നത് ഒരിക്കൽ ഹജ്ജിന് പോയാൽ സ്വർഗം ഉറപ്പായി, സ്വർഗം കിട്ടുന്നൊരു പണിയാണ് ഹജ്ജ് എന്നാണ്. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. ഹജ്ജ് ചെയ്തവർക്ക് മുഴുവൻ സ്വർഗം കിട്ടുമെന്നൊരു വാഗ്ദാനമേ ഇല്ല. മറിച്ച് ഹജ്ജ് സ്വർഗം കിട്ടുന്ന ഹജ്ജാകൾ അത് മബ്റൂറാകുമ്പോഴാണ്. മബ്റൂറാകുമ്പോഴേ മഖ്ബൂലാകും, മഖ്ബൂലാകുമ്പോഴേ സ്വർഗം കിട്ടും. ഹജ്ജ് മഖ്ബൂലായാൽ സ്വർഗം, മഖ്ബൂലാകാനുള്ള നിബന്ധന ബേസാണ് മബ്റൂർ. മബ്റൂർ ആകാൻ എന്ത് വേണം അതാ ചിന്തിക്കേണ്ടത്. മബ്റൂർ എന്ന വാക്കിന്റെ പ്രായോഗിക തലത്തിൽ ചിന്തിക്കുമ്പോൾ അർത്ഥം കൽപ്പിക്കപ്പെട്ടത് ലൈസ ഫീഹി ഇസ്മുൻ വലാ ഖതീഅത്തുൻ. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ തെറ്റുമില്ല, കുറ്റമല്ല. തെറ്റെന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ തെറ്റരുത്, കുറ്റമെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കാത്ത വൃത്തികേട് ചെയ്യരുത്. ഇത് രണ്ടുമായാൽ ഹജ്ജ് മബ്റൂറാണ്. പക്ഷെ തസൗഫിന്റെ ഭാഷയിൽ ഒരു ഹജ്ജുണ്ട്. നേരത്തെ എന്റെ പ്രിയ സുഹൃത്ത് ബഷീർ ഫൈസി ഇവിടെ പറഞ്ഞല്ലോ, അല്പസമയം കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതാണിത് എന്ന്. അതിന്റെയും കുറച്ചുകൂടി അപ്പുറത്താ. 24 മണിക്കൂർ കൊണ്ട് ചെയ്തു തീർക്കാവുന്നതാണ് ഹജ്ജ്. 24 hours മതി, നിങ്ങൾ അന്തം വിടും. എങ്ങനെയാണ് 24 മണിക്കൂർ കൊണ്ട് ഹജ്ജ് ചെയ്യൽ? ഒരാൾക്ക് വേണമെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ഹജ്ജ് ചെയ്യാൻ പറ്റും. ഫിഖ്ഹിന്റെ ഭാഷയിൽ ആ ഹജ്ജ് 100% ശരിയാണ്. പക്ഷെ ആത്മീയതയുടെ ഭാഷയിൽ ആ ഹജ്ജ് പടിക്ക് പുറത്താണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നിങ്ങളിൽ ഒരാൾ ഇവിടെ നിന്ന് ഇന്നത്തെ ഫ്ലൈറ്റ് സംവിധാനം അനുസരിച്ച് ദുൽഹജ്ജ് മാസം 9 അന്ന് ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ നിങ്ങൾ പോകുന്നു. ദുൽഹജ്ജ് 9 വൈകുന്നേരമാണ് നിങ്ങൾ പോകുന്നത് എന്നിരിക്കട്ടെ. ദുൽഹജ്ജ് 9 വൈകുന്നേരം നിങ്ങൾ പോയാൽ 4-5 മണിക്കൂർ യാത്ര ചെയ്ത് സൗദി അറേബ്യയിലെത്തി, അവിടുന്ന് 1 മണിക്കൂറെങ്കിലും യാത്ര ചെയ്ത് നിങ്ങൾ പരിശുദ്ധമായ അറഫയിലെത്തിയാൽ, രാത്രി 1 മണിക്കോ 2 മണിക്കോ 3 മണിക്കോ പ്രഭാതത്തിന് മുമ്പ് നിങ്ങൾ അറഫയിലെത്തിയാൽ അറഫ കിട്ടി. നിങ്ങൾ കാലിക്കറ്റ് ഓർ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത് പോകുന്നു, രാത്രി 2 മണിക്ക് അറഫയിലെത്തുന്നു, അറഫ കിട്ടി. കാരണം ദുൽഹജ്ജ് 9 സൂര്യൻ അസ്തമിച്ചാലും അന്ന് രാത്രി അറഫ ഉണ്ട്. പുലരും വരെയാണ് അറഫയുടെ സമയം, മഗ്‌രിബോടെ അറഫയുടെ സമയം തീരുന്നില്ല. അറഫ കിട്ടിയാൽ ഹജ്ജ് കിട്ടി. അപ്പോൾ ഹജ്ജിന്റെ പ്രധാന നിബന്ധനയും നിങ്ങൾ ഇഹ്റാം ചെയ്തു, അറഫ കിട്ടി. ഇനി എന്താ വേണ്ടത്? പുലരുന്നതിന്റെ മുമ്പ് നിങ്ങൾ മുസ്ദലിഫയിലെത്തി, അവിടെ ദുആ ചെയ്ത് കല്ലും പെറുക്കി നിങ്ങൾ നേരെ മിനയിലെത്തി. നേരം പുലർന്നു, നിങ്ങൾ നേരെ ചെന്ന് 7 കല്ലെറിഞ്ഞു, നിങ്ങൾ മുടി മുറിച്ചു, നിങ്ങൾ കഅബത്തിൽ വന്ന് തവാഫ് ചെയ്തു. അപ്പോഴേക്കും പെരുന്നാളിന്റെ ഉച്ചയേ ആകുന്നുള്ളൂ. ഒരു 12-1 മണിയാകുമ്പോഴേക്കും ളുഹ്റാകുമ്പോഴേക്കും നിങ്ങളെ പണികളൊക്കെ തീർന്നു. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മിനയിൽ രാപ്പാർക്കണം, ബാക്കി കല്ലെറിയണം, വദാഇന്റെ തവാഫ് ചെയ്യണം. ഈ 3 കാര്യങ്ങളെ നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളൂ. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? അതിനുവേണ്ടി 3 അറവ് നടത്താൻ ആളുകളെ ചുമതലപ്പെടുത്തി ജിദ്ദയിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി. നിങ്ങൾ അന്ന് വൈകുന്നേരമാകുമ്പോഴേക്ക് ഇവിടെ എത്തി, 24 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. നിങ്ങളെ ഹജ്ജ് ഫിഖ്ഹിന്റെ ഭാഷയിൽ വളരെ ക്ലിയറാണ്. കാരണം നിങ്ങൾ അറവ് നടത്താനുള്ള സൗകര്യമൊക്കെ ചെയ്തല്ലോ. പക്ഷെ ആത്മീയതയുടെ ഭാഷയിൽ ഈ ഹജ്ജിനെ ഒരിക്കലും നമുക്ക് സ്വീകരിച്ചുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഹജ്ജ് എന്ന കർമ്മം മഖ്ബൂലും മബ്റൂറും ആകണമെങ്കിൽ, മഖ്ബൂലായാൽ മതി, മഖ്ബൂൽ ആകണമെങ്കിലുള്ള ബേസാണ് മബ്റൂർ. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതു സംബന്ധമായി വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ പരിശുദ്ധമായ കർമ്മം ഇന്നമാ യകൂനു മബ്റൂറൻ, ഇത് മബ്റൂറാകണമെങ്കിൽ, ഹജ്ജിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വന്നത് കൊണ്ടാണ് ഹജ്ജ് എന്ന് പറയാതിരുന്നത്. ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ച് വന്നിട്ട് പറഞ്ഞു, ഇത് മബ്റൂറാകൽ ബി ഇജ്തിമാഇ അംറൈനി ഫീഹി എന്നാണ്. 2 സുപ്രധാന ഘടകങ്ങൾ ഇതിൽ സമ്മേളിച്ചിരിക്കണം. 2 ഘടകങ്ങളും കൂടി സമ്മേളിക്കുമ്പോഴേ ഈ ഹജ്ജ് ഉംറ മഖ്ബൂലാകും, മബ്റൂറാകും. മബ്റൂറാകാൻ എന്താണ് 2 ഘടകങ്ങൾ? അഹദുഹുമ, അതിൽ ഒന്നാമത്തേത് അൽ ഇത്യാനു ഫീഹി ബി അഅ്മാലിൽ ബിർരി എന്നാണ് കിതാബുൽ ഇബാറത്ത്. എന്തെങ്കിലും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നിങ്ങൾ നിർവഹിച്ചിരിക്കണം, നിങ്ങൾ നന്മ ചെയ്യാൻ തയ്യാറായിരിക്കണം. അതിന് ഉദാഹരണമായി അവിടെ തന്നെ കൊടുത്തത് 1 ഇത്ആമു ത്വആം, തീബുൽ കലാം, ഹുസ്നുൽ ഖുൽഖ്,
ഇങ്ങനെ പരസഹായം, മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ചില ഗുണങ്ങൾ നമ്മളിൽ വേണം. നമുക്ക് ഉപകരിച്ചാൽ പോരാ. നമുക്ക് ഉപകരിച്ചാൽ മതി കഠിനാധ്വാനം, പണമുണ്ടാക്കൽ എന്നൊക്കെ പറയേണ്ടത്. എന്റെ സ്വഭാവം നന്നായാൽ ഉപകാരം എന്നെക്കാൾ നിങ്ങൾക്കാണ്. എന്റെ മക്കൾക്ക്, എന്റെ ഭാര്യയ്ക്ക്, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്കാണ് എന്റെ ഉപകാരം. ഞാൻ നല്ല സ്വഭാവിയായാൽ എനിക്ക് എന്നെക്കാൾ ഉപകാരം. അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ഗുണം കിട്ടുമെന്നത് കൊണ്ട് അള്ളാഹു എനിക്ക് പ്രതിഫലം തരും സ്വഭാവം നന്നായാൽ. എന്ന പോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ആൾക്ക് ഭക്ഷണം കൊടുത്താൽ അയാൾക്കത് ഉപകാരമാണ്, ഒരു വഴി കാണിച്ചു കൊടുത്താൽ ഉപകാരമാണ്. അപ്പൊ ഹജ്ജിന് പോകുന്ന ആളുകളുടെ മനസ്സ് ശരിക്കൊന്ന് ഇറങ്ങിയിട്ട് ഒരു സേവന മനസ്സുള്ളവരാകണം. നിങ്ങൾ ഒരു സേവന മനസ്സ്, നിങ്ങൾ സമൂഹത്തിലെ മാന്യന്മാരാണ്. അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് അത്യാവശ്യം പടച്ച റബ്ബ് സമ്പത്ത് തന്നു, ആരോഗ്യവും തന്നു, ഹജ്ജിന് പോകാനുള്ള ഒരു തൗഫീക്കും പടച്ച റബ്ബ് നിങ്ങൾക്ക് നൽകി. ഒരു ഖൈറായ അമല് ചെയ്യാൻ പടച്ചോ നിങ്ങൾക്ക് തൗഫീക്ക് ചെയ്തല്ലോ. അത് വലിയ കാര്യമല്ലേ? മിൻ അഅ്ളമി അലാമാത്തി തൗഫീഖി അൻ യജഅലല്ലാഹുൽ ഇൻസാന ദലീലൻ ലിൽ ഖൈർ എന്നുള്ള ഹദീസ്. ഖൈറായ ഒരു കാര്യത്തിലേക്ക് പടച്ച റബ്ബ് നിങ്ങളെ വഴി നടത്തിയത് ചില്ലറ തൗഫീഖൊന്നല്ല, മനസ്സിലാക്കണം. ഇതില്ലാത്ത കുറെ ആൾക്കാർ പുറത്തിരിപ്പുണ്ട്, ഇന്നും കിട്ടാത്ത കുറെ ആൾക്കാരുണ്ട് ഇവിടെ. നിങ്ങൾക്ക് അല്ലാഹ് തന്ന ഈ തൗഫീഖ് വലിയ സംഭവമാണ്, അത് ഭയങ്കര സംഗതിയാണ്. അപ്പൊ ആ ഒരു സംഗതി പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിന് ശുക്ർ ചെയ്യണം. അതിന് ശുക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും മാന്യന്മാർ എന്നതുകൊണ്ട് സ്വർഗത്ത് പോകില്ല. ബുദലാ ഉമ്മത്തി ലാ യദ്ഖുലൂനൽ ജന്നത ബികസറത്തി സ്വലാത്തി വസിയാംന. കുറെ നോമ്പ് വെച്ചു, കുറെ നിസ്കരിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്വർഗത്ത് പോകുന്ന കരുതണ്ട കേട്ടോ. നിങ്ങൾ ഒരുപാട് നോമ്പ് നോറ്റു, ഒരുപാട് നിസ്കരിച്ചു, അതുകൊണ്ടൊന്നും സ്വർഗത്ത് പോകില്ല. വലാകിൻ യദ്ഖുലൂനഹ, ആ സ്വർഗത്തിലേക്ക് പടച്ച റബ്ബ് നിങ്ങളെ പ്രവേശിപ്പിക്കും, ജന്നത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കും. എങ്ങനെ? ബിസലാമത്തിൻ നുഫൂസി ബിസലാമത്തി സുദൂരി വസഖാവത്തിൻ നുഫൂസി വറഹ്മത്തി ലിജമീഇൽ മുസ്ലിമീൻ. ഈ 3 ബേസ് വെച്ചിട്ടേ പടച്ചോ സ്വർഗം തരുള്ളത് ഉറപ്പാ. ഒന്നെന്താണ്? സലാമത്ത് സു, നല്ലൊരു മനസ്സുണ്ടായി കിട്ടണം, നല്ലൊരു മനസ്സ്, വിശാലമായൊരു മനസ്സ്. സഖാവത്തുൻ നുഫൂസ്, എന്തിലൊക്കെ ഔദാര്യം ചെയ്യാൻ കഴിയണം, എന്തിലൊക്കെ നന്മ ചെയ്യാൻ കഴിയപ്പോൾ. ഇവിടെ ഒരു സ്ഥാപനം നടക്കുന്നുണ്ട്, ഈ കുട്ടികളോട് പാർപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് എന്തിനപ്പം ഞാനതൊക്കെ ചെയ്യുന്നെന്ന് ഒരാൾ ചിന്തിച്ചാൽ പിന്നെ ആരും ഇങ്ങോട്ട് അടുക്കൂലല്ലോ. എന്തിനാപ്പം വെറുതെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് അവരെങ്ങനെ തീറ്റിപ്പോറ്റേണ്ട കാര്യം എന്താ? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇതൊരു ബിറാണ്. ഈ ബിറിന്നാണ് മബ്രൂറായ കർമ്മം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഈ കുട്ടികളെ താമസിപ്പിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, നമ്മൾ അതിലൊന്ന് പങ്കെടുക്കുന്നു. അതാ പറഞ്ഞത് ഇത്ആമു ത്വആം പ്രധാന, ഉസ്റുൽ ഖുൽഖ പ്രധാനാണ്. ഒരു ഹാജി ഒരു ബാഗ് എടുത്തു വെക്കാൻ പ്രയാസപ്പെടുന്നത് നിങ്ങളിങ്ങനെ കാണുന്നു. നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ മക്കയിൽ അയാൾ ഞെരുങ്ങി വിഷമിക്കുകയാണ്, നിങ്ങൾ അതിലെ കടന്നു പോകുന്നു. ഒരു സഹായം ചെയ്യാനൊന്ന് കൂടി കൊടുക്കാൻ, ഞാൻ പൈസ കൊടുത്തു വന്നത് എന്റെ ഹജ്ജ് ചെയ്യാനാ, എന്റെ തവാഫ്, എന്റെ സഅയ്, എന്റെ ദുആ, അത് മാത്രം, മറ്റൊന്നും ഞാൻ നോക്കൂല. അവന്റെ ഹജ്ജ് പഠിച്ചോന്ന് വേണ്ട. നേരെ മറിച്ച് അവൻ ഇയാളെ സഹായിക്കാൻ നിന്നാലോ അത് അവന്റെ സർവീസാണ്. അതാണ് അൽ ഇത്യാനു ഫീഹി ബി അഅ്മാലിൽ ബിർരി. നിങ്ങൾ നന്മ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഹജ്ജ് മഖ്ബൂലാവുള്ളൂ. 2ാം സ്ഥാനത്താണ് പറഞ്ഞത് വസാനിഹിമ, ഹജ്ജ് മബ്രൂറാകാനുള്ള 2ാമത്തെ ഘടകമാണ് ഫിഉലു ത്വാഅത്തി, ആരാധന നിർവഹിക്കൽ, തവാഫ്. അതിനൊക്കെ 2ാം സ്ഥാനം കൽപ്പിച്ചെന്താ? അത് 2ാം സ്ഥാനം എന്ന് മനസ്സിലാക്കണ്ട. SSLC പാസ്സാവാതെ പ്ലസ് 1 അഡ്മിഷൻ കിട്ടൂല. പ്ലസ് 2 പാസ്സാവാതെ ഒരിക്കലും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ അഡ്മിഷൻ കിട്ടൂല. അത് ബേസിക് ക്വാളിഫിക്കേഷനാണ്. നിങ്ങൾ തവാഫ് ചെയ്യണമെങ്കിൽ അള്ളാന്റെ കഅബത്തിന്റെ അടുത്ത് ചെന്ന് ചുറ്റണമെങ്കിൽ അതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം. വെറുതെ ഇട്ടിട്ട് എന്താ കാര്യം? ആർക്കാ കഴിയാത്തത് പോയി ചുറ്റാൻ? എല്ലാവരും കൂടെ കഅബത്തിന്റെ പുറത്ത് പോയി ചുറ്റാൻ ആർക്കാ പറ്റാത്തത്? പക്ഷെ അവിടെ ചെന്ന് ചുറ്റണമെങ്കിൽ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ. എന്താ? ആദ്യം മനസ്സ് നന്നാക്കിയിട്ട് ഔദാര്യം ചെയ്യുന്നവനായിട്ട് പരസാന കുറെ ആൾക്കാർ കൂടുന്ന സ്ഥലമാണത്. അവിടെ അവനാന്റെ കാര്യം മാത്രം നോക്കിയാൽ പറ്റൂല. ജനങ്ങൾക്കിടയിൽ ജീവിച്ച് അവർക്ക് അങ്ങോട്ട് വല്ലതും ചെയ്തു കൊടുത്ത് പരസ്പര സഹകരണ സഹായം. കുരുട്ട് ബുദ്ധി കൊണ്ട് തവാഫ് ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. തവാഫ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ബാക്കിൽ മുന്നിൽ പോകുന്ന ഒരാള്, ഒരു നൈജീരിയക്കാരൻ കുറച്ച് വേഗത്തിൽ നിന്ന് ഒരാളെ കാലിനെ ചവിട്ടി, നല്ലൊരു ചവിട്ടായി കിട്ടി. അയാളൊന്ന് വേദനിച്ച് നോക്കിയാറാ ചവിട്ടിയാളെ കണ്ടു. എന്നിട്ട് ഇയാളെ തവാഫ് ഒന്ന് സ്പീഡ് കൂട്ടി പിന്നാലെ പോയിട്ട് അവനൊന്ന് ചവിട്ടിയിട്ടാ പിന്നെന്നത്. നല്ല തവാഫല്ലേ ഇത്? ആ പകരം വീട്ടിയപ്പോഴായാലും മനസ്സിന് സമാധാനമായുള്ളൂ. അയാളെ മനസ്സിന് അപ്പോഴേ സമാധാനം വന്നുള്ളൂ. എന്തൊരു തവാഫാണത്? ഞാൻ പറഞ്ഞു വരുന്നത്, ബുദ്ധിമുട്ടുകൾ സഹിക്കാനും സഹായം അങ്ങോട്ട് ചെയ്യാനും നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ ഹജ്ജ് മഖ്ബൂലാണ്. അപ്പൊ ഹജ്ജ് മഖ്ബൂലാകുന്നത് കേവലം അമലുകളെ ചുറ്റിപ്പറ്റിയല്ല.
കാരണം ഇതിനേക്കാൾ വലിയ അമൽ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. വീട്ടിൽ നിന്ന് സുഖമായിട്ട് ഖുർആനോദാ, നല്ല നിലക്ക് നിസ്കരിക്കാം. അറഫയിലും മിനിലൊക്കെ പോയ നിസ്കാരമൊക്കെ ഒരു പ്രത്യേക രീതിയായിരിക്കും. നമ്മളെ വീട്ടിൽ നിസ്കരിക്കുന്നത് അത്ര കിട്ടാവൂല, എന്നാലും അതിനാണ് പുണ്യം. എന്താ കാരണം? നിങ്ങളെ കാട്ടിക്കൂട്ടലുകൾക്കല്ല പ്രധാനം, നിങ്ങളെ മനസ്സ് മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട് വിഷമങ്ങൾ സഹിക്കാനും ബുദ്ധിമുട്ടില്ല എന്ന് മനസ്സ് പറയുമ്പോൾ, എന്ത് ബുദ്ധിമുട്ടും പടച്ചറബിന്റെ മാർഗത്തിൽ ക്ഷമിക്കാൻ നിങ്ങളെ മനസ്സ് തയ്യാറാവുമ്പോൾ അള്ളാഹു കബൂലിയത്തിന്റെ ഒരു കവാടം നിങ്ങളുടെ മുമ്പിൽ തുറക്കും. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. അതിനാദ്യം ബേസായി നിങ്ങൾ തീരുമാനിക്കേണ്ട സ്വഭാവമാണ്. മൊത്തം സ്വഭാവം നന്നാവണം. ഒരു ഹദീസുണ്ട്, മിഷ്കാത്തിൽ പോലും പറഞ്ഞ ഹദീസാ. റസൂലുള്ളാഹി മദീനത്ത് ക്ലാസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, മനോഹരമായ ക്ലാസ് ഭംഗിയായിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പൊ ഒരാൾ ഫ്രണ്ടിൽ നിന്ന് വന്നിട്ട് ചോദിച്ചു, ഒരു സ്വഹാബി മഹാൻ, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ്, നല്ലൊരു അമല് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി ഒന്നും ആലോചിക്കാൻ പോലും നിൽക്കാതെ അയാളോട് പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞു, സൽസ്വഭാവമാണ് നല്ല അമല് എന്ന് പറഞ്ഞു. ഈ സ്വഹാബി ഇങ്ങനെ കണക്കൂട്ടി നോക്കി. നിസ്കരിക്കാൻ പറഞ്ഞാൽ അതൊരു അമലാണ്, നോമ്പോക്കാൻ പറഞ്ഞാൽ അതും ഒരു അമലാണ്, സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞാലും സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞാലും ഒക്കെ കൊള്ളാം. സൽസ്വഭാവം എന്തൊരു അമലപ്പത്, അതെന്തൊരു അമല? അത് അയാൾക്ക് അത്ര പിടുത്തം കിട്ടിയില്ല. ബഹുമാന്യനായ സ്വഹാബി അടങ്ങിയോടെ നിന്നു. അദബുകേട് കാണിക്കാൻ വയ്യല്ലോ. ക്ലാസ് ഇങ്ങനെ തുടരാണ്. സുൽത്താന സാധാരണ ഇന്ററാക്ഷനാണ്, അല്ല വലിയൊരു വിഷയം കണ്ട് അവതരിപ്പിക്കലൊന്നുമല്ല. കാര്യങ്ങൾ ഇങ്ങനെ പറയും. ചിലർ സംശയം ചോദിക്കും, അപ്പൊ ആ സംശയത്തിന് മറുപടി അറിയും. വേറൊരാൾ സംശയം ചോദിക്കും, അതിന് പറയും. ഇല്ലെങ്കിൽ വേറൊരു പുതിയ വിവരം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഓരോന്ന് പറയല. അല്ലാതെ ഒരു സിലബസ് വെച്ചിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കലൊന്നും അല്ല മദീന പള്ളിയിൽ. അങ്ങനെ ഇരിക്കെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, ശരിക്കും ശ്രദ്ധിക്കണേ, പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ തലയിൽ കയറുന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞിട്ട് അച്ഛന്റെ കർമ്മം പഠിപ്പിക്കലല്ല പ്രധാനം. അതിനോട് ഉസ്താദ് ഇഷ്ടം പോലെ ഉണ്ട്. ബഷീർ വൈസിന്റെ ദാരിമിന്റെ ഒക്കെ നിങ്ങളെ കൂടെ ഉണ്ടാവും. ആ കർമ്മത്തെക്കാൾ പ്രധാനം ഞാൻ ഈ പറയുന്ന വിഷയം തന്നെയാണ്. അങ്ങനെ ഈ മഹാനായ സ്വഹാബി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വലത്തെ ഭാഗത്തൂടെ വന്നു. നേരെ ഇനി ചോദിക്കാൻ വയ്യല്ലോ, മോശല്ലേ. തുമ്മ അതാ അൻ യമീനിഹി, വലത്തെ ഭാഗത്ത് വന്നിട്ട് വിളിച്ചു ചോദിച്ചു, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ്, ഏറ്റവും നല്ല അമൽ എന്താന്ന് ചോദിച്ചു. എനിക്ക് നല്ലൊരു അമല് പറഞ്ഞു തരണം. റസൂൽ അങ്ങനെ നോക്കി, ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവം തന്നെയാണെന്ന് പറഞ്ഞു. അയാൾക്ക് അപ്പോഴും അതൊരു ദഹിക്കണില്ല, മതിയാവണില്ല. കാരണം ഒരു ചോദ്യം, ചില പത്രക്കാർ പത്രസമ്മേളനം നടത്തുമ്പോൾ ചില ചോദ്യത്തിന് ഉത്തരം കിട്ടണല്ലോ എന്ന മാതിരി ഇയാൾ ഉദ്ദേശിച്ച് കിട്ടണില്ല. ഇയാൾക്ക് കുരുട്ടും കുശുമൊന്നുണ്ടായി. അപ്പൊ അയാൾ പിന്നെയും ക്ഷമിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോ തുമ്മ അതാ അൻ ഷിമാലിഹി, ഇടഭാഗത്തൂടെ വന്നു. ഇനിയിപ്പോൾ വഴിയേ വരാൻ പറ്റുള്ളൂ. ഇടഭാഗത്ത് നിന്ന് വിളിച്ചു വെച്ചു, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ്. അപ്പൊ നബി തങ്ങൾ നോക്കി, ചോദ്യം അതാണ്, ആളും അതാണ്. നിങ്ങളോട് ആരോടെങ്കിലും ആണ് ഇപ്പൊ ആ ചോദ്യം മൂന്നാം വട്ടം ഇതേ ചോദ്യം ചോദിച്ചാൽ അന്നോടല്ലടാ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പൊ ഒരു മറുപടി, അതോടെ ഈ പണി തീരും. പിന്നെ ദുനിയാവുന്ന അയാൾക്ക് സംശയം ഉണ്ടാവില്ല, ചോദ്യം ഉണ്ടാവില്ല, ഉത്തരം ഉണ്ടാവില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ നോക്കിയിട്ട് വളരെയധികം സൗമ്യനായി പറഞ്ഞു, ഹുസ്നുൽ ഖുൽഖ്. 3 വട്ടമായി ഇപ്പൊ പറയണു. പെണ്ണുങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് അടുക്കളയിൽ വല്ല അപ്പം ചുട്ട സമയത്ത് കുട്ടി വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ 3-ാം വട്ടോ 2-ാം വട്ടം ചോദിക്കുമ്പോഴേക്കും ചട്ടം കൊണ്ട് അടി കിട്ടും കുട്ടിക്ക്. അപ്പം ആ ചട്ടിയിൽ ഒട്ടിരിക്കുകയാണെങ്കിലോ ദേഷ്യം ഒന്ന് കൂടും ചെയ്യും. അപ്പം പറ്റിയ ദേഷ്യം മുഴുവൻ കുട്ടിക്ക് വേണ്ടി തീർക്കും, ഉറപ്പല്ലേ? നമ്മുടെ പൊതുപ്രകൃതി അങ്ങനെയാ. ചുരുക്കത്തിൽ വളരെയധികം സൗമ്യനായി നബിതങ്ങൾ പിന്നെ അതെന്നെ പറഞ്ഞു. അയാൾക്ക് അപ്പോഴും മതിയായില്ല. ഹദീസിൽ പറയുന്നു അത്ഭുതകരമായിട്ട്, അദ്ദേഹം സുമ്മ അതാമിം വറാഇഹി, പിന്നെ വന്ന്, ഇനിയിപ്പോൾ അതിലല്ലേ വരാൻ ബാക്കിയുള്ളൂ. ബാക്കിന്ന് വന്നിട്ട് വിളിച്ചു വെച്ചു, അയ്യുൽ അമലി അഫ്ദലു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചു. ഹദീസിലുണ്ട് ഫൽതഫത്തൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇയാൾ തന്നെയാണ് ആള്. ചോദ്യം തന്നെ. അപ്പൊ നബി തങ്ങൾ വളരെ സൗമ്യനായി ചോദിച്ചു, മാ ലക ലാ തഫ്ഖഹ്, എന്താ നിനക്ക് മനസ്സിലാവാത്തത്? എന്താ നിനക്ക് മനസ്സിലാവാത്തത്? അത്രേ ചോദിച്ചുള്ളൂ. ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. വദാലിക, അത് അല്ലാ തഅലബ ഇനിസ്തതഅത, സാധിക്കുമെങ്കിൽ നീ ദേഷ്യം പിടിക്കാതിരിക്കലാണ്. സാധിക്കുമെങ്കിൽ നീ ദേഷ്യം പിടിക്കാതിരിക്കലാണ് എന്നാണ് നബിത്തങ്ങൾ. അപ്പൊ ദേഷ്യം പിടിക്കാതിരിക്കുക, പൊതുവെ ടോളറൻസ് കാണിക്കുക, അത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അമലാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഹജ്ജിന് പോകുന്നവരൊക്കെ ശരിക്കും മനസ്സിലാക്കണം, ക്ഷമ. ഇതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറവായിരിക്കും. ഇത് വളരെ കുറവായിരിക്കും. കാരണം വീട്ടിലൊക്കെ അങ്ങനെ ഇപ്പോൾ ഭാര്യമാരൊക്കെ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ പൊടി, പാല്, അതുപോലെ തന്നെ ചൂട് വെള്ളം ഒക്കെ പാകത്തിന് ചേർത്ത് നല്ല ചായ ആകുമ്പോഴേ നമുക്ക് പറ്റുള്ളൂ. നേരെ മറിച്ച് ആ ചായയിൽ എന്തൊരു പാല് കൂടെ, പൊടി കൂടെ, മധുരം കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊണ്ടുവച്ചാൽ അപ്പം എടുത്തു ചാടും. ഈ എടുത്തു ചാടുന്ന ഭർത്താവോ സഹോദരനോ ഈ പെണ്ണ് ഇത് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാൻ
പ്രയാസപ്പെട്ട പ്രയാസത്തെക്കുറിച്ചും അതിന്റെ ബുദ്ധിമുട്ടെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇനി അത് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പൊങ്ങണ്ട, സംഗതി അങ്ങനെ ആണെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പ്രതികരണമല്ലല്ലോ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പൊ ഈ സ്വഭാവ സംസ്കരണം എന്നത് ഇസ്ലാമിൽ വളരെ പ്രധാനമാണ്. അവിടെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ മനസ്സിലായിക്കോ, നല്ല ഒരു ക്ഷമാശീലത നിങ്ങൾ കൈവെടിഞ്ഞാൽ നിങ്ങളെ ഹജ്ജ് മക്ബൂലാവൂല. സേവന മനസ്കത, എന്റേത് മാത്രമേ ഞാൻ നോക്കുള്ളൂ, വേറൊരാളതൊന്നും ഞാൻ നോക്കൂല, വേറൊരാൾക്ക് ഒരു ചെറിയ സഹായം പോലും ഞാൻ ചെയ്യൂല എന്നൊരു മനസ്ഥിതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പക്ഷേ തവാഫിന് വേണ്ടി ഓടിയേക്കും. ഇവിടെ ഒരു പാവം ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ടാവും. ഒരു ലേശം വെള്ളം തരുമെന്ന് വെച്ചു, അതിൽ വെള്ളമുണ്ട്, ആ വെള്ളം കൊടുക്കാൻ നിന്ന് എനിക്ക് പള്ളിയിലെത്താൻ കഴിയില്ല, വേണ്ട ഇത് കൊടുത്തോ, അപ്പോഴേ നിന്റെ ഹജ്ജ് മക്ബൂലാകും. ഇതാരാ പഠിപ്പിച്ചത്? ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതാണല്ലോ നമ്മളൊക്കെ ഈ നന്മയിൽ ഒത്തുകൂടും. അപ്പൊ ഞാൻ വന്നത് എന്തിനാ? വേറെ പണിയിലേട്ടാ. ഈ സ്ഥാപനത്തിൽ ഹജ്ജ് ക്ലാസ് ആകുമ്പോൾ, കുറെ കുട്ടികൾക്ക് ജീവിതം കൊടുക്കുന്ന ഒരു സ്ഥാപനമാകുമ്പോൾ, നമ്മൾ ഇവിടെ വന്ന് ഇതിനോട് സഹകരിക്കുമ്പോൾ ഇരിക്കുന്നതിനൊരു പുണ്യം കിട്ടും. ഇപ്പൊ ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വന്നല്ലേ. സുഹൃത്ത് സലാമുണ്ട് അവിടെ, ചാവക്കാട് നിന്ന് വന്നതാ, എന്തിനപ്പോ ഇതിന് വരേണ്ട കാര്യം? അതുപോലെ ഒരുപാട് ആളുകൾ. അപ്പൊ ഇതിലൊരു പുണ്യമുണ്ട്, ഈ കൂടിയിരുത്ത്. ഇതന്നെ നിങ്ങളെ ഹജ്ജ് മക്ബൂലാകാനുള്ള ഒരു ബേസിക്കായ ഒരു അനുഗ്രഹം പടച്ചിറപ്പ് നിങ്ങൾക്ക് തന്നതാണ്. അപ്പൊ ഈ കുട്ടികളോടൊരു കരുണയുടെ നോട്ടം നോക്കിയിട്ടേ നിങ്ങൾ പോകാവൂ. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പോഴേ നമ്മുടെ ഈ അമലിന്റെ മഹത്വം അള്ളാഹുവിന്റെ മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ ഈ ഹജ്ജ് ചെയ്യാൻ പോകുന്ന ആളുകൾ ഹജ്ജ് മക്ബൂലാകുന്നതിന് തടസ്സമുള്ള, മബ്റൂറാകുന്നതിന് തടസ്സമുള്ള എല്ലാ തിന്മകളെയും വിപാടനം ചെയ്യണം. ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരൊറ്റ ആയത്ത് തന്നെ പ്രധാനമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽആലമീൻ. ആ ആയത്തിന്റെ അവതരണത്തിൽ, അതിന്റെ വിവരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെ അള്ളാഹു പറഞ്ഞ ഭൂമുഖത്ത് അള്ളാഹു ഈ സമൂഹത്തിന് അവനെ ആരാധിക്കാൻ പകരം അള്ളാഹു ഉപയോഗിച്ച പദം ബി ബക്കത്ത എന്നാണ്. മക്ക എന്ന് പറഞ്ഞാലും ബക്ക എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കുന്ന സ്ഥലം ഒന്നാണ്. പിന്നെ എന്തുകൊണ്ട് മക്കക്ക് പകരം ബക്ക എന്ന് പറഞ്ഞു? ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചൊരു പ്രയോഗം വെച്ചാൽ അതിലെന്തെങ്കിലും ഒന്ന് അന്തർലീനമായിരിക്കും എന്ന കാര്യം ഉറപ്പ്. ബക്ക പറഞ്ഞപ്പോൾ അതിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ വിശുദ്ധ കഅബയുടെ അടുത്തേക്കാ, ആ കഅബ നിലകൊള്ളുന്ന സ്ഥലത്തിനാണ് ബക്ക. വേറെ ഒരു താരീഖിൽ കഅബ നിൽക്കുന്ന സ്ഥലത്തിന് ബക്ക എന്ന് പറയുന്ന ഒരു തഫ്സീറുണ്ട്, ആയിരിക്കട്ടെ. ബക്ക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അല്ലത്തി തബുക്കു അഅനാകൽ ജബാബിറത്തി എന്നാണ് തഫ്സീറിലുണ്ട്. ഏത് അഹങ്കാരിയുടെയും പെരടിയേക്കുന്നതിന്റെ അർത്ഥം. ലോകത്ത് ഏത് തറവാടിത്തമുള്ളവനാണെങ്കിലും, ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും ലോകത്തെ സമ്പന്നനാണെങ്കിൽ അവിടെ വന്ന് തല കുനിച്ചേ പറ്റുള്ളൂ. എല്ലാവരുടെയും തല കുനിക്കുന്ന സ്ഥലം. അതിന്റെ അർത്ഥം എന്താ? എല്ലാവരും തല കുനിക്കുക എന്നാൽ അതിന്റെ അർത്ഥം ഒതുങ്ങണം. അപ്പൊ വിനയാന്വിതനായി നാം നിൽക്കേണ്ട ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത്, ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. നിന്റെ തറവാടിത്തത്തിന്റെ അഹങ്കാരവും നിന്റെ പണത്തിന്റെ അഹങ്കാരവും നിന്റെ സ്ഥാനമാനത്തിന്റെ അഹങ്കാരവും നിന്റെ തൊലിനിറത്തിന്റെയോ നിന്റെ ദേശത്തിന്റെയോ അഭിമാനമൊക്കെ നിർത്തിവെച്ചിട്ട് ലോകത്തുള്ള സകല മനുഷ്യരും ഒന്നാണ് എന്ന ചിന്തയിൽ എന്നെക്കാൾ വലിയവനാരുമില്ല, എന്നെക്കാൾ ചെറിയവനാരുമില്ല എന്നൊന്നും ചിന്തിക്കാതെ, വലുപ്പ ചെറുപ്പം ചിന്തിക്കാതെ നേരെ അള്ളാന്റെ മുമ്പ് ചെന്ന് തല കുനിക്കുക. അതന്നെ ആ തല കുനിക്കുന്നവൻ ആദ്യം നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഞാനൊരു സാധാരണക്കാരനാണ് എന്നാ. അവൻ എന്നെക്കാൾ പണമില്ലാത്തവനാണ്, അവൻ താഴ്ന്നവനാണ്, കറുത്ത, അതൊന്നും ചിന്തിക്കാൻ പറ്റൂല. നിങ്ങൾ ശരിക്കും നിങ്ങളെ മനസ്സിനെ പാകപ്പെടുത്തി അള്ളാന്റെ മുമ്പിൽ വിനയം കാണിക്കാനാണ് പോണത്. അഹങ്കാരത്തിന്റെ ഒരു കണിക നിങ്ങളെ കൽപ്പിലുണ്ടെങ്കിൽ ആ വീട്ടിന്റെ അടുത്തേക്ക് പോകണ്ടെന്നാ ബക്കാന്നിട്ടതിന്റെ അർത്ഥം. നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ദുരഭിമാനത്തിന്റെ ചിന്തകൾ ഉണ്ടെങ്കിൽ അതും കൊണ്ട് പോവുകയേ വേണ്ട. വെറുതെ പൈസ കളയണ്ട, പാസ്പോർട്ടിൽ ഒരു പേജ് കളയണ്ട, നിർത്തിക്കൊളി പണി. ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അങ്ങനെ പഠിപ്പിച്ചത്. ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽആലമീൻ ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ ഒരു കാലടി അവിടെ ഉണ്ട്. ആ കാലടി ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഓതി തരുന്നുണ്ട്. ഇബ്രാഹിം നബി ജനിച്ചതും ഇറാഖിലെ ബാബിലോണിൽ നിന്ന് പുറപ്പെട്ടതും ഇബ്രാഹിം നബിയെ പിന്നീട് പ്രബോധന സമയത്ത് ജിബ്രീൽ തീയിട്ട് അന്ന് നമ്രൂദ് തീയിട്ടതും ഒക്കെ ഇന്നത് ശരിക്കും നിങ്ങൾ പഠിക്കേണ്ടത്, ഇന്ന് ശരിക്കും പഠിക്കേണ്ടതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലേക്ക് നമ്രൂദ് വലിച്ചെറിയുമ്പോൾ നമ്രൂദ് ഇബ്രാഹിം നബിയെ വലിച്ചെറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി പേടിച്ചിട്ടില്ല. ഖുർആന്റെ ഭാഷയിലാണ് സംസാരിച്ചത്. അതിന്റെ കാരണം എന്താ?
ഇപ്പൊ നമ്മുടെ പൗരത്വത്തിന്റെ പ്രശ്നത്തിൽ പേടിച്ചരണ്ട് നിൽക്കുന്ന ആൾക്കാരാ ചിലര്. സാധാരണ ഒരു പഠന ക്ലാസ്സിനോ ഖുർആൻ ക്ലാസ്സിനോ ആരെ വിളിച്ചാലും പരിമിതമായ സദസ്സേ ഉണ്ടാവും. ഇപ്പൊ നട്ടുച്ചക്ക് വിളിച്ചാലും 4 മണിക്ക് വിളിച്ചാലും രാത്രി വിളിച്ചാലും എല്ലാവരും റെഡിയാ, കുടുംബസമേതം എല്ലാവരും വന്നിരിക്കുക. എന്താ കാരണം? പേടിച്ചിട്ട് പോണ്ടിരുന്ന് പേടിയാ, വെറുതെ ഒന്നുമല്ല. മര്യാദക്ക് ഒരു പഠന ക്ലാസ്സിന് വിളിച്ചാൽ വരൂലല്ലോ, ഒരു ഇസ്വൈസിന്റെ ക്ലാസ്സിനോ സമത്തയുടെ ബോധനത്തിനോ വിളിച്ചാൽ വരൂല, വയലിന് വിളിച്ചാൽ പോലും നേരെ വരൂല. പൗരത്വ ക്ലാസ് ഉണ്ട് തന്നെ വേഗം വരും, പേടിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ സൂറത്തുൽ അറാഫിൽ ഒരു ആയത്തുണ്ട്, അത് ഓതി നോക്കിയാൽ മതി. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, നബി തങ്ങൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി തന്നു, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും. ആ ഒറ്റ ആയത്ത് നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. ഒറ്റ ആയത്ത് അള്ളാഹു പറയാണ്, അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ വന്നുകൊണ്ട് അവരോട് പറഞ്ഞു, മുസ്ലിങ്ങളോട് പറയാണ്. മുസ്ലിങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് മുസ്ലിങ്ങളോട് വന്നിട്ട് പറയാണ്, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി വരുന്നുണ്ട്, നിങ്ങളെ നശിപ്പിക്കാൻ കുറച്ച് ആളുകൾ ഒന്നായിട്ട് ഗ്രൂപ്പായിട്ട് വരുന്നുണ്ട്. ഫഖ്ശൗഹും, പേടിച്ചോളൂ. നിങ്ങൾ അവരെ പേടിക്കണം, അവർ അപകടം ഉണ്ടാക്കും, ചിലപ്പോൾ നിങ്ങളെ കൊല്ലും, ചിലപ്പോൾ നിങ്ങളെ പുറത്താക്കും. അവിടെ മര്യാദയ്ക്ക് ഫഖ്ശൗഹും, അവരെ ഭയപ്പെടണം. ഇത് ഒരു കൂട്ടർ വന്നിട്ട് മുസ്ലിങ്ങളോട് പറയാണ്. അവർ നല്ല നിലക്കാ പറയണത്, നിങ്ങളെ കൊല്ലാനൊരു ടീം വരുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്താക്കാനൊരു ടീം വരുന്നുണ്ട്, പേടിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ, കരുതിരുന്നോളൂ. അതാ പറയാൻ. ആ സമയത്ത് ആ ജനങ്ങൾക്ക് സംഭവിച്ചത് എന്താണ്? ആ ഖുർആന്റെ ആയത്ത് ഫഖ്ശൗഹും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞ വാക്കെന്താ? ഫസാദഹും ഈമാനാ. ഇതാണ് കേട്ടവർക്ക് ഈമാൻ വർദ്ധിച്ചു. ഈമാൻ വർദ്ധിച്ചു. മരിക്കണമെങ്കിൽ മരിക്കാൻ ഞങ്ങൾ തയ്യാറാ, സമരം ചെയ്യണമെങ്കിൽ സമരം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാ, പേടിച്ചു നിൽക്കൂല, പേടിച്ചു നിൽക്കൂല. വഖാലു, ആ ജനസമൂഹം പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഞങ്ങൾക്ക് ഞങ്ങളെ അല്ലാഹ് മതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ തമ്പുരാൻ മതി, അതിലപ്പുറമൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഈ വാചകം ഉച്ചരിച്ചുകൊണ്ട് ആ ശത്രുവിനെ നേരിടാൻ അവർ സർവസജ്ജരായി. അള്ളാഹു അവർക്ക് വിജയം കൊടുത്ത കഥയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒറ്റ ആയത്ത് പോലെ. ആരെയും നിങ്ങൾ പേടിക്കണ്ട, ഒരുത്തനെയും നിങ്ങൾ പേടിക്കണ്ട. ഈ പരിശുദ്ധമായ വാക്യം എടുത്തുകൊണ്ടാണ് ഇബ്രാഹിം നബി തങ്ങൾ നമ്രൂദ് തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ ഖാല ഇബ്രാഹിമു ഹീന ഉൽഖിയ ഫിന്നാർ. നരകത്തിലേക്ക് ഇബ്രാഹിം നബി തങ്ങളെ വലിച്ചെറിഞ്ഞ പദവായ നമ്രൂദിന്റെ നരകം, തീയിലേക്ക് ഇബ്രാഹിം നബിയെ വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി വിളിച്ചു പറഞ്ഞു, പടച്ചവനെ, എനിക്ക് നീ മതി, എനിക്ക് നീ മതി, നിന്നെയാണ് ഞാൻ ആരാധിക്കുന്നത്, നമ്രൂദിനെ പേടിയില്ല. ഇബ്രാഹിം നബിയെ വായുവിൽ എറിഞ്ഞിട്ടാണ് വീഴ്ത്തുകയാണ്, തെറ്റുവില്ലുകൊണ്ട്. ഇബ്രാഹിം നബി വായുവിൽ ഇങ്ങനെ പൊങ്ങിയിട്ടാണ് നേരെ കൊണ്ടിടാൻ പറ്റില്ല, കാരണം അവിടെ തീ കത്തിയിട്ട് പക്ഷികൾ വരെ പറന്നാൽ കരിഞ്ഞു വീഴുന്ന തീയാ. ഇബ്രാഹിം നബി പറഞ്ഞു, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അത് അള്ളാഹു കേട്ടു. ഇബ്രാഹിം നബിയുടെ ശരീരം തീയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തന്നെ പടച്ചറബ് ഉത്തരവിട്ടു, ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. തീയേ, നീ എന്റെ ഇബ്രാഹിം അങ്ങോട്ട് വരുന്നുണ്ട്, നിനക്ക് ഞാനാണ് ചൂട് തന്നത്, നിന്റെ ചൂട് നിർത്തിവെക്ക്, നീ തണുപ്പാകണം. യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിമേ, നീ ചെയ്യേണ്ടത് ആ തീയിലേക്ക് പോകുമ്പോൾ നീ എന്നെ സ്മരിക്കൽ മാത്രമാണ്. തീയിനോടല്ല പറഞ്ഞു. ഇബ്രാഹിം നബി വരുന്നുണ്ട്, തീ ചൂടാകാൻ പാടില്ല. തീ അവിടെ നിന്നു. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അടുക്കളയിൽ നിന്ന് തീപ്പൊള്ളിയാൽ ഈ ആയത്തോതി ഊതിയാ തീപ്പൊള്ളൽ ബാധിക്കൂലെന്നാ ദീൻ പഠിപ്പിച്ചതാ. ഈ ആയത്തോതിയിട്ട് അള്ളാഹുവിൽ വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങളിവിടെ ഊതിയാൽ ആ പൊള്ളിയ സ്ഥലത്ത് ബാധിക്കൂല, ദീൻ പഠിപ്പിച്ചതാ. അള്ളാഹു നമ്മളെ അപകടത്തിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ ഭാഗത്തേക്ക് തിരിച്ചു വരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ ഗൗരവത്തോടു കൂടി ഉമ്മത്തിനെ പഠിപ്പിച്ച കാര്യമാണ്. ഇബ്രാഹിം നബിന്റെ മഖാം അവിടെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് വഴിയെ പഠിച്ചുകൊള്ളും ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ പറയുമ്പോൾ. ഫീഹി ആയാതും ബയ്യിനാതും മഖാമു ഇബ്രാഹിം വമൻ ദഖലഹു കാന അമിന വമൻ ദഖലഹു കാന അമിന. വമൻ ദഖലഹു, ആരെങ്കിലും ആ പരിശുദ്ധ കഅബത്തിന്റെ സമീപത്തേക്ക് ചെന്നാൽ, വിശുദ്ധ ഹറമിലേക്ക് ഒരാൾ ചെന്നാൽ, പ്രവേശിച്ചാൽ, കാന ആമിന, അവൻ സുരക്ഷിതനാകുന്നു. 2 തരത്തിൽ വ്യാഖ്യാനമുണ്ട് അതിന്. ഒരു വ്യാഖ്യാനം, കഅബത്തിന്റെ സമീപത്തെ ഹറമാണ്,
ഹറമിന്റെ ഉള്ളിൽ ഒരാളെയും ദ്രോഹിക്കാൻ പാടില്ല, ഒരാളെയും എതിർക്കാൻ പാടില്ല, കുഴപ്പമുണ്ടാക്കാൻ പാടില്ല, രക്തം ചൊരിയാൻ പാടില്ല. അവിടെ നിങ്ങൾ അവിടെ ചെന്ന് ആരെയും കൊല്ലൂല, ഒരു ഭരണകൂടവും അത് അനുവദിക്കൂല. വധശിക്ഷ വരെ ഹറമിന്റെ ഉള്ളിൽ നടപ്പാക്കൂല, എന്നൊക്കെ പുറത്താ പോവാ. ഹറമിൽ ഒരു ജന്തുവിനെ പോലും നിങ്ങൾ നശിപ്പിക്കാൻ പാടില്ല. നശിപ്പിക്കാൻ പറ്റിയ ജന്തുക്കളെ കഥ പറയുന്നുണ്ട്, ക്ഷുദ്രജീവികളായ പാമ്പ്, തേളൊക്കെ. രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം, അതാണ് പ്രധാനം. ഇത് ദുന്യാവിലെ സുരക്ഷയാണ്, പോരാ. അവിടെ പ്രവേശിക്കുന്നവന് പരലോകത്തൊരു സുരക്ഷ ഉണ്ട്. സ്വർഗത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽ അവനെ നിർത്തിത്തരും. ആര് നിർത്തിത്തരും? അള്ളാഹു നിർത്തിത്തരും. ആര് പറഞ്ഞു? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പൊ വമൻ ദഖലഹു എന്ന് പറഞ്ഞാൽ നേരെ ചെന്നാ പോരാ, അങ്ങനെ പോരാ. നിങ്ങൾ വല്ല ടൂറിസ്റ്റ് ആയിട്ട് പോകുന്നത് പോലെ പോയാ പോരാ. എങ്ങനെ പോകണം? വമൻ ദഖലഹു, അവിടെയാണ് വിശദീകരണം. ശ്രദ്ധിച്ചോളൂ. വമൻ ദഖലഹു, ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, വമൻ ദഖലഹു മുരീദൻ ലിന്നുസുകി ആരിഫൻ ലിഹഖിഹി മുഅല്ലിമൻ ലിഹുർമതിഹി മുതഖർരിബൻ ഇലല്ലാഹ്. നിബന്ധനകളാണ്. അങ്ങനെ ചെല്ലാൻ പറ്റുമോ? അത് ചോദ്യം. എങ്ങനെ? വമൻ ദഖലഹു കാന ആമിന, കടന്നാൽ ആമിന എന്നർത്ഥം വെക്കണ്ട. അവിടെ ചെന്നാൽ സുരക്ഷിതനാണെന്ന് അർത്ഥം വെക്കണ്ട. അവിടെ ചെല്ലുകയാണെങ്കിൽ വമൻ ദഖലഹു മുരീദൻ ലിന്നുസുകി, അള്ളാഹുവിന്റെ കഅബത്തുങ്കൽ ചെന്നുകൊണ്ട് ഹജ്ജോ ഉംറയോ ആകുന്ന നുസുക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് വരേണ്ടത്. എന്റെ നിയ്യത്ത് കഅബ കാണലല്ല, ക്ലോക്ക് ടവർ കാണലല്ല, മകൻ അവിടെയുണ്ട് അവനെ കാണലല്ല. എന്റെ ലക്ഷ്യം എല്ലാവരും ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് ഇനിയൊരു ഹാജിയോ ഹജ്ജുമ്മയോ ആകാതെ ജീവിച്ചാൽ കുറച്ചിലാണ്, അത് മാറ്റലല്ല. എന്റെ ലക്ഷ്യം മുരീദൻ ലിന്നുസുക്ക്, ഇസ്ലാം എനിക്ക് നിർബന്ധമാക്കി എന്റെ 5-1 4 ഞാൻ ചെയ്തു. 5ാമത്തെ കർമ്മമാണ് ഇത് ചെയ്യാനാ പോകുന്ന. 2 മുഅല്ലിമൻ ലിഹുർമതിഹി, ചെന്ന് നിൽക്കുന്ന സ്ഥലത്തിന്റെ മഹത്വം ശരിക്കും കൊണ്ടുപോകണം. ഞാൻ പോകുന്ന സ്ഥലം ദുനിയാവിലെ ഏറ്റവും പുണ്യപ്പെട്ട സ്ഥലമാണെന്ന ബോധം പോകുമ്പോഴും പോയിട്ടും പോരുന്നത് വരെയും ഉണ്ടാകണം. മുഅല്ലിമൻ ലിഹുർമതിഹി ആരിഫൻ ലിഹഖിഹി, അവിടെ ചെയ്തു തീർക്കേണ്ട ബാധ്യതകളെ കുറിച്ച് തവാഫാവട്ടെ, സഅയാകട്ടെ, മസ്ജിദുൽ ഹറാമിന്റെ നടപടിക്രമങ്ങളാകട്ടെ, അത് ശരിക്കവന് ബോധം വേണം. പഠിച്ചിട്ട് പോകണം, അന്തം വിട്ടു പോയിട്ട് കാര്യമില്ല. മുതഖർരിബൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുക്കലാകണം അവന്റെ പോക്കിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങൾ ഈ പറഞ്ഞ നിബന്ധനകൾക്ക് വിധേയമാണെങ്കിൽ കാന ആമിനൻ യൗമൽ ഖിയാമ, പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്നവന്റെ കൂട്ടത്തിൽ അവൻ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നു. അങ്ങനത്തെവരെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക. അവനാണ് മബ്റൂറായ ഹജ്ജ് കിട്ടുക. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അപ്പൊ വെറുതെ പോയാല് കിട്ടൂല. ഞാൻ പറഞ്ഞ ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അള്ളാഹു അങ്ങനത്തെ ഒരു ഹജ്ജ് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പിന്നെയും പറയുന്നുണ്ട്, പിന്നെയും ആയത്ത് പറയുകയാണ്, വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഈ ഒറ്റ ആയത്തുകൊണ്ട് വേണമെങ്കിൽ വൈകുന്നേരം വരെ പറയാൻ പറ്റും. വൈകുന്നേരം വരെ പറയാം, എത്ര ഉണ്ടാവും വിശാലമായിട്ട്. ഞാൻ പ്രസംഗിക്കാൻ അവിടെ ബാക്കി വെക്കി ഇരിപ്പുണ്ട്, ഞാൻ കുറച്ച് പറഞ്ഞു പോകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഈ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കണം. വമൻ ദഖലഹു കാന ആമിന വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്ത് മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്യൽ അള്ളാഹ് നിർബന്ധമാക്കിയിട്ടുണ്ട്. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അവൻ അതിന് കഴിവുണ്ടെങ്കിൽ. സബീലിന് പണ്ടൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ അർത്ഥം വെച്ച് മുതലാലും തടിയാലും വഴിയാലും എന്നാ. അതൊക്കെ ഈ പെട്ടു. നമ്മളാകുന്ന മുഴുവൻ ആളുകൾക്കും ഇസ്ലാം ഹജ്ജ് നിർബന്ധമാക്കി. 5 കണ്ടീഷനാണ്. ഇസ്ലാം, അഖല്, ഹുർരിയത്ത്, ഇസ്തിത്താഅത്ത്, ബുലൂഗ്. ഇസ്ലാം, അഖല്, ബുലൂഗ്, ഹുർരിയത്ത്, ഇസ്തിത്താഅത്ത്, ഈ 5 ഘടകങ്ങളുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമാണ്. അതിലിപ്പോ ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം മുസ്ലിങ്ങൾക്കാണ് ഹജ്ജ്. അതുപോലെ തന്നെ അഖല് നല്ല ബുദ്ധി വേണം, ബുലൂഗ് പ്രായപൂർത്തി വേണം, ഹുർരിയത്ത് സ്വതന്ത്രനാവണം, അടിമയുടെ ഹജ്ജ് വേറെയാണ്. ഈ 4 ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. 5ാമത്തേതാണ് പറയുന്നത് ഇസ്തിത്താഅത്ത്. ഇസ്തിത്താഅത്ത് എന്ന കഴിവാണ്. കഴിവിന്റെ മാനദണ്ഡവും ഇതുപോലെ തന്നെയാണ്. കഴിവിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, കഴിവ് എന്ന് പറഞ്ഞാൽ
ശരിക്കും ആ മനുഷ്യൻ അവിടെ ചെന്ന് ഹജ്ജ് ചെയ്ത് വരാനുള്ള കഴിവ് വേണം. അതിലെന്തൊക്കെ വേണം? അവൻ ആവശ്യമുള്ളതൊക്കെ വേണം. സിഹത്തുൽ ബദൻ വേണം, അമ്നു തുരീക്ക് വേണം, ഇംകാനു സൈർ വേണം, ഇതൊക്കെ വേണം. സാദും റാഹിലത്തും വേണം. 5 തന്നെയാണ്. സാദ്, റാഹിലത്ത്, സിഹത്തുൽ ബദൻ, ഇംകാനു സൈർ, അതുപോലെ തന്നെ അമ്നു തുരീക്ക്. ഈ 5 ഘടകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണത്? സാദ്, റാഹിലത്താണ് ഭക്ഷണവും അതിന്റെ വാഹനവും. സിഹത്തുൽ ബദൻ ആരോഗ്യം. ഇംകാനു സൈർ പോകാനുള്ള കൽപ്പനയൊക്കെ വേണല്ലോ. വിസടിച്ചിട്ടാതെ പോകാൻ പറ്റില്ല, അന്യനാട്ടിലല്ലേ. അതുപോലെ തന്നെ അമ്നു തുരീക്ക് വേണം, സുരക്ഷിതത്വം. ഇപ്പൊ നമുക്ക് ചൈനയ്ക്ക് പോകാൻ പറ്റൂല, അമ്നു തുരീക്കില്ല. അവിടെ രോഗമാണ്, കിടക്കാൻ പറ്റൂല. അവിടെ നിങ്ങോട്ടും ആൾക്ക് വരാൻ പറ്റൂല. എന്ന പോലെ സൗദി അറേബ്യയിൽ ഒരു സാംക്രമിക രോഗം പിടിപെട്ടാൽ നമുക്ക് പോകാൻ പറ്റൂല. അപ്പൊ അമ്നു തുരീക്ക് വേണം, അതായത് വഴി സുരക്ഷിതത്വം. യുദ്ധം പൊട്ടി പോകാൻ പറ്റൂലല്ലോ എന്ന പോലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരാളെ ഹജ്ജ് ചെയ്യണം. അതിനെന്തേ സാമ്പത്തിക ബാധ്യത? അതിനൊരു വീടും ആ വീട്ടിൽ നമ്മൾ ചെലവ് കൊടുക്കേണ്ട ആളുകൾക്ക് പോയി വരുന്നവരെ ചെലവ് കൊടുക്കാനുള്ള വകണ്ടായാൽ മതി. കടണ്ടെങ്കിൽ വീട്ടാനുള്ള മാർഗവും. ഇത്ര ആവശ്യമുള്ളൂ, വേറൊന്നും ആവശ്യമില്ല. വലിയ ബാങ്ക് ബാലൻസ് ഒന്നും വേണമെന്നില്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞെന്താ? യബ്ന ആദമ, ആദമിന്റെ മകനെ, ലാ തത്തുൽബ് റിസ്ഖോദിൻ, നാളത്തെ ഭക്ഷണം എന്നോട് ചോദിക്കണ്ട. കുന്നുകൂട്ടി വെച്ചിട്ട് തിന്നാനൊന്നും പറ്റൂല. കമാലം അത്തുലുബ് അമല ഓദിൻ, നാളത്തെ അമല് ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ. ഈ നാളെ സുബൈ നിസ്കരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. ഹയാത്തുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇന്ന് നിസ്കരിക്കണം സുബൈ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇന്ന് സുബൈന്റെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിസ്കരിച്ചില്ലേ എന്നെ പിടിയുള്ളൂ. നാളത്തെ സുബൈ നിസ്കരിച്ചില്ലേ നിങ്ങളെ പിടിക്കൊന്നുമില്ല. നിങ്ങളെ ഹയാത്തിലുണ്ടെങ്കിലേ പിടിക്കുള്ളൂ. അവിടെ നാളത്തെ ഭക്ഷണം ചോദിക്കണ്ട, ഇന്നത്തെ കാര്യം പറഞ്ഞാൽ മതി. അവ കുന്നുകൂട്ടിയിട്ട് തിന്നണമെന്ന് കരുതണ്ട. പക്ഷെ നമ്മൾ വീട്ടിന്റെ നായകനാകുമ്പോൾ ഒരു സൂക്ഷ്മത വേണമെന്ന്. നമ്മൾ പോയി വരുന്നവരെ, വീട്ടിലെ അമ്മ വാപ്പ കുട്ടികൾ പട്ടിണി അടക്കരുത്. പോയി വരുന്നവരെ അവരൊക്കെ ചെലവിന് അവർക്ക് വേണം. കടണ്ടെങ്കിൽ വീട്ടാളെ മാർഗവും വേണം. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്രാ ചെലവിന് പൈസ ഉണ്ടോ? പോകാം എന്നല്ല, പോകണം. അതാണ് അടുത്തായത്. വമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആരെങ്കിലും നിഷേധിച്ചാൽ ഹജ്ജ് നിഷേധിക്കല്ല. ഹജ്ജ് നിഷേധിച്ചവനോ കഫറ. ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹു ഈ ഭൂമുഖത്തെ മനുഷ്യരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹു നമ്മളെ വേണ്ട. അവിടെ വമൻ കഫറ എന്ന് എന്തുകൊണ്ടാ പറഞ്ഞത്? ഹദീസിലുണ്ട് അതിന്റെ വ്യാഖ്യാനം. വലഅ മൻ കഫറ മൗളിഅ മൻ ലം യഹുജ്ജ. മല്ലം യഹുജ്ജ എന്ന് പറയേണ്ട സ്ഥാനത്ത്, ഹജ്ജ് ചെയ്തില്ലെങ്കിൽ എന്ന് പറയേണ്ട സ്ഥാനത്ത് കഫറ എന്നാ പറഞ്ഞാൽ എന്താ? നിഷേധിച്ചാൽ എന്നാ പറഞ്ഞത്. ഹജ്ജിന്റെ കാര്യം പറഞ്ഞു വന്നിട്ട് ഒരാൾ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ എന്നല്ല, വമൻ കഫറ നിഷേധിച്ചാൽ എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരാള് ഹജ്ജിനുള്ള എല്ലാ സൗകര്യവും പടച്ചറബ് കൊടുത്തു, പക്ഷെ അവൻ ഹജ്ജിന് തുനിഞ്ഞില്ല. ഫഖദ് ഖാറബൽ കുഫർ, അവൻ കാഫിർ ആകാൻ അടുത്തുകൊണ്ടിരിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഏയ് ഗൗരവം നോക്കണം. മൻ മലക സാദൻ വറാഹിലതൻ യുബല്ലിഹു ഇലാ ബൈത്തില്ലാഹിൽ ഹറാം. അള്ളാഹുവിന്റെ പരിശുദ്ധ കഅബയുടെ സമീപത്തേക്ക് എത്താൻ മാത്രം ഒരാൾക്ക് പടച്ചറബ് ഭക്ഷണവും ആരോഗ്യവും കൊടുത്തു. വലം യഹുജ്ജ, അയാൾ ഹജ്ജ് ചെയ്യാൻ പോയില്ല. ഫലാ അലൈഹി അൻ യമൂത യഹൂദിയൻ വലാ നസ്റാനിയ. അവൻ യഹൂദിയായോ നസ്റാനിയായോ ജൂതനായോ ക്രിസ്ത്യാനിയായോ മരിക്കുന്നതിന് യാതൊരു തടസ്സവും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഈമാൻ തെറ്റി അവൻ മരിച്ചു പോയേക്കാം. അന്ത്യപ്രവാചകരായ ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ ഉണ്ടാവില്ല മരിക്കുമ്പോ. എന്തേ കാരണം? ഇസ്ലാം 4 ഉള്ളൂ, 5ാമത്തെ ഇല്ല. അതിന് ആരോഗ്യം പൈസയും പഠിച്ചറപ്പ് തന്നിന്ന് നിങ്ങൾ പോയിട്ടില്ല. ഇനി ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ പൈസ ഉണ്ടെങ്കിൽ പോകണം, ആരോഗ്യം ഇല്ല എന്നാലും പോകണം. എങ്ങനെ? ഒരാളെ പറഞ്ഞേക്കണം പൈസ കൊടുത്തിട്ട്? ആരോഗ്യം ഉണ്ടായിട്ട് പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പൈസ ഉണ്ടായിട്ട് ആരോഗ്യം ഇല്ലെങ്കിലും പ്രശ്നമാണ്. ആരോഗ്യമില്ലെങ്കിൽ ഒരാളെ കയ്യിൽ പൈസ കൊടുത്ത് ഒരിക്കൽ ഹജ്ജ് ചെയ്ത ആളെ കൊണ്ട് നിങ്ങൾക്ക് വേറെ ഹജ്ജ് ചെയ്യിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പോകാനെല്ലാം റെഡിയാണ്. നിങ്ങൾക്ക് തന്നെ അള്ളാഹു എല്ലാ സൗകര്യവും തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരൊറ്റ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഗൗരവങ്ങളും നോക്ക്. ഇനി നമ്മൾ ആരും പരിശുദ്ധ ഹജ്ജ് ചെയ്യാൻ പോയില്ല എന്ന് വിചാരിക്കുക, ഉംറയും ചെയ്തില്ല എന്ന് വിചാരിക്കുക. കഅബത്തിന്റെ സമീപത്തൊന്ന് ചെന്ന് നിന്നാൽ തന്നെ പുണ്യാണ്.
കഅബത്തിന്റെ സമീപത്തൊന്ന് എത്തിപ്പെട്ടാൽ തന്നെ പുണ്യാണ്. അതെന്താ അങ്ങനെ പുണ്യം? ഈ വീടിന്റെ അടുത്ത് ചെന്നിട്ട് ഒരാൾ പടച്ചവനോടൊന്ന് കരഞ്ഞു ദ്വാരുന്നുണ്ടല്ലോ, അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കിട്ടുന്ന ദീൻ പറയുന്നത്. എന്താ തർക്കം നിങ്ങൾക്ക്? മാ അതാ ത്വാലിബു ഹാജത്തിൻ ഖത്തു ദുന്യൻ വലാ ആഖിറതൻ ഇല്ലാ റജഅ ബിഹാജതിഹി. ഈ വീട്ടിന്റെ മുമ്പിലേക്ക് ഒരാൾ വരികയും ദുന്യാവിന്റെയോ ആഖിറത്തിന്റെയോ ആഗ്രഹം അവിടെ വെച്ച് പടച്ചറബിനോട് ചോദിക്കുകയും ചെയ്താൽ അത് വാങ്ങിയിട്ടല്ലാതെ തിരിച്ചു പോകുന്ന സംഭവമേ ഉണ്ടാകില്ല. അത് വാങ്ങിയിട്ടല്ലാതെ അവനവിടുന്ന് പോകൂല. അപ്പൊ ഈ കഅബത്തിന്റെ അടുത്ത് നിങ്ങൾ മനസ്സ് തുറന്നു ദ്വാരുന്നാൽ അങ്ങനെയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ ഉണ്ടാക്കി. അള്ളാഹു ആദം നബി തങ്ങളോട് പറഞ്ഞ, ആദമേ, നീ ഭൂമിയിൽ ചെന്നിട്ട് എനിക്ക് നല്ലൊരു വീടുണ്ടാക്ക്. ലമ്മാ അഹ്ബത്തല്ലാഹു സുബ്ഹാനഹു വതആല ആദമ മിനൽ ജന്നതി, ആദം നബിയെ പടച്ച റബ്ബ് ഭൂമിയിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് നിയോഗിക്കുമ്പോൾ ഖാല, റബ്ബ് പറഞ്ഞു, ഇബ്നു ലീ ബൈതൻ ബിഖിദാഇ ബൈതിയല്ലദീ ഫിസ്സമാ, ആകാശത്തുള്ള എന്റെ വീട് പോലത്തെ ഒരു വീട് താഴത്ത് എനിക്ക് നിർമ്മിക്കണം ഭൂമിയിൽ. എന്തിനാണ് നിർമ്മിക്കുന്നത്? അള്ളാഹു പറഞ്ഞു കൊടുത്തു, തതഅബ്ബദു ഫീഹി അൻത വ വലദുക, നീയും നിന്റെ മക്കളും അതിൽ എന്നെ ആരാധിക്കണം. കമാ തതഅബ്ബദു മലായികതി ഹൗല അർശി, എന്റെ മലക്കുകൾ അർശിന്റെ ചുറ്റും നിന്ന് എന്നെ ആരാധിക്കുന്നത് പോലെ നീ അവിടെ ഉണ്ടാക്കുന്ന ഭവനത്തിൽ നിന്റെ മക്കൾ എന്നെ ആരാധിക്കണം. ആദം നബി അത് ഏറ്റെടുത്തു, ഭൂമിയിൽ വന്നു, നിർമ്മിച്ചു. സഹായത്തിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു, എവിടെ കഅബ ഉണ്ടായിരുന്ന മലക്കൾ ഉണ്ടാക്കിയൊക്കെ പഠിച്ചു. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ എന്റെ പണി എടുത്തിട്ടുണ്ട്, നീ എന്നെ ഏൽപ്പിച്ച പണി ഇതാണ്. ഇന്നലി കുല്ലി ആമിലിൻ ജസാ, പണിയെടുത്തോൾക്ക് കൂലി ഉണ്ടാവുമല്ലോ അല്ലേ എന്ന് ചോദിച്ചു. പണിയെടുത്തോൾക്ക് കൂലി ഉണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? അപ്പൊ അല്ലാഹ് പറഞ്ഞു, ഉണ്ട്. എന്താ കൂലി? അമായ ആദമു ഫഖദ് ഗഫർതു ലക, ആദം നബിയെ, നിങ്ങൾക്ക് ഞാൻ എല്ലാം പുറത്തു തന്നിരിക്കുന്നു. വ അമ്മാ ദുർരിയതുക, നിങ്ങളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകൾ ആരൊക്കെയുണ്ടോ, ഫമൻ ജാഅ ബിഹാദൽ ബൈത്ത്, ഈ ഭവനത്തിന്റെ സമീപത്ത് നിങ്ങളുടെ സന്തതി പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വന്നാൽ, ഏതുവരെ ഖിയാമം വരെയുള്ള കാലഘട്ടത്തിൽ വന്നാൽ, ഫഖദ് ഗഫർതു ലഹു, അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. യുഗ്ഫറു, പൊറുക്കപ്പെടുന്നല്ല, യഗ്ഫിറു, പൊറുക്കുന്നു അല്ല. ഫഖദ് ഗഫർതു, ഞാൻ പൊറത്തു കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അഡ്വാൻസ് വാഗ്ദാനമാണ്. കഅബത്തിന്റെ സമീപത്ത് ആദമിന്റെ അടിമകൾ അലൈഹിസ്സലാം ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ, മാ അതാ ത്വാലിബു ഹാജത്തിൻ ഖത്തു, മാ അതാ ഹാദൽ ബൈത ത്വാലിബു ഹാജത്തിൻ ഖത്തു ദുന്യം വലാ ആഖിറതൻ ഇല്ലാ റജഅ ബിഹാജതിഹി. പോരെ നിങ്ങൾക്ക്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ, മാലി ഇബാദിക ഇദാ സാറൂക ഫീ ബൈതിക, നിന്റെ ഭവന സന്ദർശനം നടത്തിയിട്ട് ഈ ജനങ്ങൾക്ക് എന്ത് കിട്ടാനാ? കെട്ടിപ്പേറി എടങ്ങാറായി ബുദ്ധിമുട്ടി പൈസയും കൊടുത്ത് മക്കത്തി എന്നിട്ട് ആ കഅബത്തിന്റെ എവിടെ പോയി എന്താ കിട്ടാനാ? ആ നേരം വീട്ടിലിരുന്ന് അവർ കത്തം തീർത്തൂടെ? എന്താ പഠിച്ചോൻ എങ്ങനെ? അല്ലാഹ് പറഞ്ഞു, ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകരോട് പറഞ്ഞു, ദാവൂദ്, ഞാനൊരു സായിറാണ്, നിങ്ങൾ സന്ദർശിക്കുന്നത് എന്നെയാണ്. ഞാനൊരു മസൂറാണ്, നിങ്ങൾ സന്ദർശിക്കുന്ന സായിർ നിങ്ങളാണ്. സായിറിന്റെ മസൂറിന്റെ മേൽ ചില അവകാശങ്ങളുണ്ട്. എന്റെ കയ്യിൽ നിങ്ങൾക്ക് ചിലത് കിട്ടാണ്ട് ഇവിടെ നിങ്ങളെ വിളിച്ചിട്ട് വന്നതാ, വിളിച്ചിട്ട് വന്നുകൊണ്ടാ ഈ വെള്ളം ചായയൊക്കെ തരുന്നത്. വേണമെങ്കിലും വെച്ച് നീട്ടണം, അതിനാണ്. നേരെ മറിച്ചോ, വിളിച്ചിട്ടല്ല വന്നെങ്കിൽ ഇത്ര വരികേണ്ടൊന്നും ഉണ്ടാവില്ല. നമ്മളെ വിളിച്ചതാണ് അങ്ങോട്ട്, അല്ല വിളിപ്പിച്ചതാ ഇബ്രാഹിം നബി തങ്ങൾ വിളിച്ചിട്ട് അപ്പൊ അവിടെ നമുക്ക് സൗകര്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ മസൂറാണ്, നമ്മൾ സായിറാണ്. മസൂർ ആരാ? തഫ്സീറിലുണ്ട്, അൽ മസൂറു സ്വാഹിബുൽ ബൈത്തില്ലദീ യസൂറുഹു ആണ്. നിങ്ങൾ സന്ദർശിക്കുന്ന വീട്ടിന്റെ ഉടമയാണ് മസൂർ, അത് അള്ളയാണ്. ഞാൻ അവർക്ക് രണ്ട് കാര്യം ചെയ്തു കൊടുക്കുക. എന്താ? അൻ ഉആഫിയഹും ഫിദ്ദുനിയാ വഅഗ്ഫിറ ലഹും ഇദാ ലഖീതുഹും ഖാല റസൂലുള്ളാഹി. ഇവിടെ വരുന്നവർക്ക് ഞാൻ ആഫിയത്ത് കൊടുക്കും, ആദ്യം പരലോകത്ത് പുറത്തും കൊടുക്കും. രണ്ട് വാഗ്ദാനം ദാവൂദ് നബിയോട് അല്ലാഹ് പറഞ്ഞതാ. രണ്ടും നമ്മൾ ശരിക്ക് പഠിക്കുക. ഒന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, മറ്റേ ഇനി കാണാൻ പോണേ ഉള്ളൂ. ആഫിയത്ത് കിട്ടുമ്പോൾ നമ്മുടെ കൂടെയൊക്കെ യാത്ര ചെയ്യുന്ന തീരെ ആഫിയത്തില്ലാത്ത ആൾക്കാർ, ഉമ്മമാരാണെങ്കിലും ഉപ്പമാർ, ഒരു തവാഫ് പോലും ഈ സാധനം കൊണ്ട് ചെയ്യാൻ കഴിയില്ല നമ്മൾ ഉറപ്പിക്കും. കാരണം അത്രയും പ്രയാസ.
പക്ഷെ കഅബ കാണുമ്പോഴേക്ക് ഇവർ അതൊക്കെ ചെയ്യുന്നതാണ്. നല്ല മര്യാദക്ക് എന്താ ഒരു ആരോഗ്യം പടച്ചോണ്ട് എവിടുന്നോട് കൊടുക്കുകയാണ്. അത് എവിടുന്നോട് കിട്ടും. അതുവരെയുള്ള ഉമ്മയായിരിക്കൂല, മുട്ടുവേദന ഒന്നും കാണാണ്ടാവില്ല. അതെന്താ കഅബ കാണുമ്പോൾ ഒരു ആവേശത്തിൽ അതൊരു ബർക്കത്ത്, അത് അള്ളാന്റെ വാഗ്ദാനം. നിങ്ങൾക്കൊക്കെ നിങ്ങൾ ആരിപ്പോ കാൽമുട്ട് വേദന, കൈമുട്ട് വേദന, പ്രഷർ, ഷുഗർ, പെരടി വേദന ഒന്നും ചിന്തിക്കണ്ട. അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ മാറും. അള്ളാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഹജ്ജ് ചെയ്യാൻ അതൊന്നും തടസ്സാവില്ല, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ ഒരു മുള്ളു കുത്തിയാൽ മതി, ചെയ്യാൻ പറ്റൂല. അപ്പൊ ഒരു രോഗം നിങ്ങൾക്ക് തടസ്സാവില്ല. എത്രയോ വയസ്സന്മാർ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഇത് ചെയ്യുന്നുണ്ട്. ബാത്റൂമൊക്കെ പോകാൻ വയ്യാത്ത ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. എങ്ങനെ? അത് അള്ളാഹ് കൊടുക്കുന്ന തൗഫീഖാണ്. അത് മനസ്സിലാക്കണം. അള്ളാഹ് കൊടുക്കുന്നൊരു തൗഫീഖാണ്. ആ തൗഫീഖാണ് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ കാര്യം, അവിടെ ചെന്ന് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും കഅബ കണ്ടാ ഉത്തരം കിട്ടും. കഅബത്തിന്റെ സമയത്ത് ചില പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? ആ ഹജറുൽ അസ്വദ് ഉക്കില ബിഹി 70 മലക്ക, 70 മലക്ക് ഇങ്ങനെ റെഡിയാണ്. അവരിങ്ങനെ ആമീൻ പറയും. ആര് ദുആ ചെയ്താലും മലക്ക് 70 മലക്ക് ഇങ്ങനെ ആമീൻ പറയാം. അവരിങ്ങനെ മാറും വരും. ആ ഹജറുൽ അസ്വദിന്റെ സമീപത്ത് വെച്ച് നിങ്ങളൊന്ന് ദുആ ചെയ്താണ്ടല്ലോ, അത് കുറിക്ക് കൊള്ളുന്നുള്ള കാര്യം ഉറപ്പാ. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ സ്വർഗത്ത് ഇറക്കപ്പെട്ട സാധന. ഭൂമിയിൽ സ്വർഗത്ത് ഇറക്കപ്പെട്ട 2 എണ്ണേ ഉള്ളൂ. യാക്കൂത്തത്താനി മിൻ യവാക്കീത്തിൽ ജന്ന എന്ന് പറഞ്ഞത് ഒന്ന് ഹജറും ഒന്ന് മക്കാമുമാണ്. ഈ ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ടാൽ ഫഇന്നമാ യുഫാവിദു യദർ റഹ്മാൻ, അള്ളാന്റെ കൈ പിടിച്ച മാതിരിയാ. അള്ളാഹ്ക്ക് കൈയുണ്ടോന്നല്ല, അള്ളാഹുവിന്റെ മുസാഫഹത്ത് ചെയ്ത പോലെയാണ്. യുസാഫിഹു ബിഹി ഇബാദഹു മുസാഫഹത്തർ റജുലി അഖാഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. അള്ളാന്റെ കൈ പിടിക്കുന്നതിലും വലിയ ഭാഗ്യം എന്താ വേറെ? മാത്രമല്ല ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞു, നിങ്ങൾ ചുണ്ട് അവിടെ വെച്ചാൽ ലോകത്ത് കടന്നുപോയ മുത്തുനബി തങ്ങളും സ്വഹാബത്തും അടക്കമുള്ള മഹാന്മാരായ സ്വഹാബത്ത് വായ വെച്ച സ്ഥലത്താണ് നിങ്ങളെ ചുണ്ട് വെക്കുന്നത്. അതിലപ്പുറം ഒരു ബർക്കത്ത് നിങ്ങളെ ദേഹത്തേക്ക് കയറി വരാൻ മറ്റൊന്നുമില്ല. നിങ്ങൾ നിൽക്കുന്നതോ ലോകത്തിന്റെ നാനാഭാഗത്തെ മുഅ്മിനീങ്ങൾ തിരിഞ്ഞ് ഹൃദയം ഇതിലേക്കാക്കിയിട്ട് വജ്ഹത്തു വജ്ഹിയ എന്ന് പറയുന്ന ആ കേന്ദ്രബിന്ദുവിന്റെ അറ്റത്തങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നതോ ഈ മഹാന്മാർ മുത്തിയ ആ മഹനീയമായ ആ പ്രതലത്തിന്റെ ഒരു ആകിരണം. രണ്ടും കൂടിച്ചേരുമ്പോൾ ഉള്ളും പുറവും നിങ്ങൾ നന്നാവുന്ന മഹാന്മാർ എഴുതിയത്. അത് അങ്ങനെ വായിച്ചു പറഞ്ഞാൽ ഞെട്ടിപ്പോവും. ആ ചെന്ന് നിൽക്കുന്ന സ്ഥലത്തിന്റെ മഹത്വം അതൊരു കരിങ്കല്ലല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട സവിശേഷം ആ ഒരു ഭാഗ്യം. എന്തിനാ അറഫയിൽ പോയില്ലെങ്കിൽ പോലും ഈ പുണ്യം കിട്ടും നടത്തം. അപ്പൊ അറഫയും കൂടി പോകാൻ ഹജ്ജ് കൂടി ചെയ്യുമ്പോൾ എത്രയായി പുണ്യം? ഈ റുക്നുൽ യമാനിന്റെ ഭാഗത്ത് ഒന്ന് തൊട്ടുമുത്തിയാൽ മതി. അല റുക്നുൽ യമാനി മലക്കാനി യുഅമ്മിനാനി അലാ മൻ മർറ അലൈഹിമാ. ആ 2 പേരുടെ മുമ്പിലൂടെ കടന്നു പോകുന്നവരുടെ ദുആക്ക് ഉത്തരം പറയാൻ 2 മലക്കുകൾ കൃത്യമായി റുക്നുൽ യമാനിക്ക് മുമ്പിലുണ്ട്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഹജറുൽ അസ്വദ്. കണ്ടോ? ഈ മൂലയാണ് റുക്നുൽ യമാനി. ഈ മൂലക്കലുണ്ട് മലക്കുകൾ 2 എണ്ണം. ഇവിടെ മൊത്തത്തില് മലക്കുകൾ മൊത്തം ഇങ്ങനെ മൊത്തം അൽ കഅബത്തു മഹ്ഫൂഫത്തുൻ, കഅബ ചുറ്റപ്പെട്ടതാണ്. ബിസബഈന അൽഫം മിനൽ മലായിക, 70,000 മലക്കുകളെ കൊണ്ട് കഅബ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. മസ്ജിദുൽ ഹറാമിന്റെ ഉള്ളിൽ നിങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ, നിസ്കരിക്കുമ്പോൾ, നിങ്ങൾ ചലിക്കുമ്പോൾ 70,000 മലക്കുകൾ കഅബക്ക് ചുറ്റും എപ്പോഴുമുണ്ട്. 70,000 മലക്കുകൾ എപ്പോഴും കഅബന്റെ ചുറ്റും ഇങ്ങനെ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. 70,000 മലക്കുകൾ. അപ്പൊ ഇവരൊക്കെ ആമീൻ കിട്ടിയ, ഒരു മലക്കിന്റെ ആമീൻ കിട്ടിയ പോലെ അല്ലാഹുവേ ഞങ്ങൾക്ക് ആ ഭാഗ്യം നീ നൽകണേ തമ്പുരാനെ. ആ പുണ്യസ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള മഹത്വത്തെ കുറിച്ചാണ് ഞാനീ പറയണത്. മാത്രമല്ല യുനസ്സിലുല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കും. 120 റഹ്മ, ഒരു ദിവസം അല്ലാഹു 120 റഹ്മത്ത് ഇറക്കുന്ന 120 റഹ്മത്ത്. അതിൽ 60 എണ്ണം ഇത് തവാഫ് ചെയ്യുന്നവർക്കാണ്, 40 എണ്ണം നിസ്കരിക്കുന്നവർക്കാണ്. 6 4 10 20 എണ്ണം ലിന്നാദിറൂന നോക്കുന്നവർക്കാ. കഅബനെ നോക്കുന്ന ആളുകൾക്ക്, ലിന്നാദിരീൻ നോക്കുന്ന ആളുകൾ, നാദിരീങ്ങൾക്കാണ് 20 എണ്ണം. കഅബനെ നോക്കിയിരിക്കുന്ന ആളുകൾക്ക് 20 എണ്ണം, തവാഫ് ചെയ്യുന്നവർക്ക് 60 റഹ്മത്ത്, നിസ്കരിക്കുന്നവർക്ക് 40 റഹ്മത്ത്. അങ്ങനെ തന്നെ ഹദീസിലുണ്ട്, വിശദീകരിച്ച് പഠിപ്പിച്ചു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും വേണ്ട, വെറുതെ ഇങ്ങനെ അന്തം വിട്ട നദറത്തു ഇലൽ കഅബത്തി ഇബാദത്തുൻ, കഅബയിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ ഇബാദത്താണ്.
അള്ളാഹുവിന്റെ കഅബയാകുന്ന കറുത്ത കില്ല പുതച്ച കഅബയുണ്ടല്ലോ, മസ്ജിദുൽ ഹറാമിൽ ഇരുന്നു കൊണ്ട് ഈ പ്രവൃത്തി നിങ്ങൾ ചെയ്യുമ്പോൾ ഇഴ്തികാഫ് മസ്ജിദുൽ ഹറാമിലാണ്. ഇഴ്തികാഫിന്റെ വലിപ്പം അറിയുമോ നിങ്ങൾക്ക്? വമൻ ഇഴ്തകഫ യൗമൻ ഇബ്തിഗാ മർളാത്തില്ലാ ജഅലല്ലാഹു ബൈനഹു വ ബൈനന്നാരി സലാസ ഖനാദിക്. നീ ഒരു ദിവസം അള്ളാഹിന്റെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇഴ്തികാഫ് ഇരുന്നാൽ ആ ഇഴ്തികാഫിന്റെ കൂലി കൊണ്ട് നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ അകത്ത് നിന്ന് 3 വലിയ കിടങ്ങുകൾ തീർത്തുകൊണ്ട് അകലെയാക്കുമെന്ന് പറഞ്ഞാൽ വളരെ വിദൂരത്താക്കും. അത് മസ്ജിദുൽ ഹറാമിലാകുമ്പോഴോ 1 ലക്ഷം ഇഴ്തികാഫ് ഇരുന്ന കൂലിയാണ്. 1 ലക്ഷം ഇഴ്തികാഫ് ഇരുന്ന കൂലിയാണെന്ന് അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്താണ് എന്റെ ഗൗരവം? ചിന്തിക്കും നിങ്ങൾ. വെള്ളം ആവശ്യമുള്ളത് കൊടുത്താൽ മതി, അങ്ങനെ നടന്ന് ഇടങ്ങറായി കൊടുക്കണ്ട, ചോദിക്കുന്നത് കൊടുത്താൽ മതി. ഇത് പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ചോട്ടെ. കുറച്ചൊക്കെ വെള്ളം കുടിക്കാതെ നിൽക്കേണ്ടി വരും, കാരണം വെള്ളമൊന്നും കിട്ടൂല. ഇനി അധികം നല്ല പ്രയാസം ഉണ്ടാവും, നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. ഹജ്ജ് മക്ബൂലാകല അപ്പം തന്നെയാ. എപ്പോഴോ 24 മണിക്കൂറാണ് ഹജ്ജിൽ ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയം. ഒരു 24 hours, ബാക്കിയൊന്നുമില്ല. ഒരു 24 മണിക്കൂർ. എന്താ 24 മണിക്കൂർ? ശ്രദ്ധിച്ചോളൂ. 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ അറഫാ ദിനത്തിന്റെ അന്ന് രാവിലെ സുബഹി നിസ്കരിച്ചിട്ടാണ് പോകേണ്ടത്, ചിലപ്പോൾ നേരത്തെ തന്നെ പോകും. അപ്പൊ അറഫന്റെ അന്ന് രാവിലെ അറഫയിലെത്തി. ദൂർ നിസ്കരിച്ചിട്ട് എത്തേണ്ടത് നമ്മൾ നേരത്തെ തന്നെ എത്തും. അറഫയിലെത്തി നേരെ അറഫയിൽ നിന്ന് മഗ്രിബ് കഴിഞ്ഞ് നേരെ മുസ്ദലിഫയിൽ വന്ന് രാത്രി കല്ല് പെറുക്കി ദ്വാ ചെയ്ത് മുസ്ദലിഫയിൽ നിന്ന് പിന്നെ നടന്ന് തമ്പിലെത്തുമ്പോൾ സുബഹിയാവും, അല്ലെങ്കിൽ സുബഹി കഴിയും. അപ്പൊ ഇന്ന് രാവിലെ പുറപ്പെട്ടാൽ നാളെ ഇങ്ങോട്ട് എത്തുള്ളൂ തമ്പിലേക്ക്. ഇന്ന് ഈ റൂം തമ്പാന്ന് വിചാരിച്ചു. ഇവിടുന്ന് നേരെ പോയി മുസ്ദലിഫ വഴി അറഫയിലെത്തി. വൈകുന്നേരം വരെ നിന്നു. രാത്രി മുസ്ദലിഫിക്ക് തന്നെ പോന്നു. മുസ്ദലിഫിൽ നിന്ന് തിരിച്ചു പോന്ന് അറഫയിലെത്തി, മിനയിലെ തമ്പിൽ. എപ്പോ 24 മണിക്കൂറായി. ഈ 24 മണിക്കൂറിന്റെ ഒരു സവിശേഷത പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, ശ്രദ്ധിക്കണം. പേടിപ്പിക്കല്ല, ശ്രദ്ധിക്കണം. ഒരു ഓർമ്മക്ക് വേണ്ടി പറയാം. ഈ 24 മണിക്കൂറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മര്യാദക്കൊരു ഭക്ഷണം കിട്ടൂല എന്ന് ഉറപ്പാ. മര്യാദക്ക് ഭക്ഷണം കിട്ടും, നിങ്ങൾ ഉദ്ദേശിച്ച ഭക്ഷണമൊന്നും കിട്ടൂല. 2, ശരിക്കും ഉറങ്ങാൻ എന്തായാലും കഴിയില്ല. പിന്നെ ചില ആൾക്കാരുണ്ട് ബസ്സിൽ നിന്നുറങ്ങും, പോത്തിന്റെ പുറത്ത് കിടന്ന അങ്ങനത്തെ ആൾക്കാർ, അവർക്ക് ഉറങ്ങാം. ഉറക്കന്മാരുണ്ടാവും, അവർക്ക് ഉറങ്ങാം. 3ാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ മര്യാദക്കൊരു വിസർജന സൗകര്യം നടക്കൂല. നന്നായിട്ടൊന്ന് ബാത്റൂം പോയിട്ട് റാഹത്തായിട്ട് നിങ്ങളെ വീട്ടിലൊക്കെ ബാത്റൂം പോകണ്ടല്ലോ, അതൊന്നും നടക്കൂല. എന്നാൽ അത്യാവശ്യം അതൊക്കെ നടക്കും ചെയ്യും. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യന് നഷ്ടപ്പെട്ടാല്, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഈ ക്ലാസ് അങ്ങനെ നീണ്ടുപോയി 2 മണിയെ ഭക്ഷണം കിട്ടാതായാലും യഥാർത്ഥ സ്വഭാവം ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ ആരാന്ന് അറിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആരാ നമുക്ക് മനസ്സിലാവൂല. നിങ്ങൾ ഈ കുപ്പായിട്ട് വന്നാണ്ട് നിൽക്കണേ കണ്ടിട്ട് ആളെ മനസ്സിലാക്കണ്ട. എന്നെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്റെ കൂടെ യാത്ര ചെയ്യണം, അല്ലെങ്കിൽ എന്റെ കൂടെ നിങ്ങൾ സാമ്പത്തിക ഇടപാട് നടത്തണം. ഞാൻ അതല്ല, നിങ്ങൾ എന്റെ നാട്ടിലേക്ക് വരണം. എന്റെ നാട്ടിലേക്ക് വരണം എന്താ പറ്റും? എന്റെ നാട്ടിൽ വന്ന് ചോദിക്കണം എങ്ങനെയുണ്ട് ഇയാൾ അവിടെയെന്ന്. എന്റെ മഹലിൽ വരണം. അപ്പോഴേ ഒരാളെ കുറിച്ചുള്ള വ്യക്തിത്വം മനസ്സിലാവും. നിങ്ങളൊക്കെ അങ്ങനെ ആവണം. ഹാജിമാരായി വന്നാലും അവനവന്റെ മഹലിൽ, എവിടെ അന്യനാട്ടിൽ കുപ്പായിട്ട് ഉത്ബോധനം നടത്താൻ പോയിട്ട് കാര്യമില്ല. ഞാൻ അന്തസ്സോടെയും അഭിമാനത്തോടെ എവിടെയും പറയും. എന്റെ മഹലിന്റെ മെഹ്റാബിൽ ഒരു കാര്യം എഴുന്നേറ്റ് ആധികാരികമായി പറയാൻ ആ ആധികാരിക അവകാശം ഇപ്പോഴും എന്റെ കയ്യിൽ നിലക്കുണ്ട്. മെഹബൂബുണ്ടല്ലോ ഇവിടെ എന്റെ നാട്ടുകാരൻ ചോദിച്ചു നോക്ക്. അതെന്റെ നാട്ടുകാരോട് ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കും. അതിനായിട്ട് പള്ളിയിൽ ചെല്ലേണ്ടിയും വരും. അവനെന്റെ നാട്ടിൽ വില വേണം. അപ്പോഴേ ഒരു വിഷയം ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. നിങ്ങളൊക്കെ അങ്ങനെ ആവണം. അതിന് ആ നാട്ടിലെ ജീവിതം നമുക്ക് സംശുദ്ധമായി കൊണ്ടുപോകാൻ കഴിയണം. അവിടെ കുരുട്ടും കുശുമ്പും ഉണ്ടാക്കാനും ചേരി ഉണ്ടാക്കാനും ശ്രമിക്കാതിരുന്നാൽ മതി. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം അതല്ല. ഈ 3 കാര്യങ്ങൾ മുടങ്ങിയാൽ നിങ്ങളെ സ്വഭാവം അറിയും. അപ്പൊ എന്താ സംഭവിക്കുക? വിശക്കനുണ്ട്, നേരിക്ക് ഉറങ്ങിയിട്ടില്ല, മര്യാദക്ക് ബാത്റൂമിൽ പോയിട്ടില്ല, മൂക്കത്ത് ദേഷ്യം ഇങ്ങനെ തുടിച്ച് തീപ്പെട്ടി വരച്ചാൽ കത്തും, അത്രമാത്രം ദേഷ്യം ഉണ്ടാവും. ഗ്യാസിന്റെ പൈപ്പ് തുറന്നിട്ട പോലെ ആയിരിക്കും അവന്റെ മുഖപ്പോ. ഈ ഒരു അവസ്ഥയിൽ ഈ മനുഷ്യന്റെ ഗതി എന്താ? അറഫയിലൊക്കെ നിന്ന് നല്ലോണം ദ്വാരുന്നുണ്ടാവും, നല്ല വിവരം ഉണ്ടാവും. എന്നിട്ട് മുസ്ദലിഫിൽ വന്നപ്പോഴേക്ക് നറ്റ ക്ഷീണിച്ചു. പിന്നെ മിനിലെത്തിപ്പോ അതിനേക്കാൾ ക്ഷീണിച്ചു. എന്നിട്ട് ഒരാൾ അഭിപ്രായം ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു അറഫ? അതൊന്നും പറയണ്ട, ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ കരുതിയിട്ടില്ല, മതി. ആ ഒരൊറ്റ വാക്കോട് കൂടി ഹജ്ജ് വീണ് ഉടഞ്ഞുപോയി. ഹജ്ജ് തീർന്നു. എന്നോടൊരു ഹാജി നേരെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്നും മറക്കൂലേണത്. മുസ്ദലിഫിന്നൊക്കെ വന്ന് അറഫീന്നൊക്കെ വന്ന് മുസ്ദലിഫി വന്ന് റൂമിലെത്തിയപ്പോ, തമ്പിലെത്തിയപ്പോ ഏതായാലും നമ്മൾ കല്ലെറിയാൻ പോവാന്ന് എഴുന്നേൽപ്പിച്ചു. ഇയാൾ പറഞ്ഞെന്താ അറിയോ? ഇനി കല്ലു എറിയണോ? ഞാന് എന്റെ മകൻ പൈസ അയച്ചിട്ട് പോകുന്നുള്ളൂ, ഇത്ര ഇടങ്ങേറുണ്ടെങ്കിൽ ഞാൻ ഈ ഹലാക്കിന് നിൽക്കൂലായിരുന്നു എന്ന് പറഞ്ഞു.
അങ്ങനെ തന്നെ അത് അയാൾ പറഞ്ഞ തന്നെ നിങ്ങളും പറയത്. കാരണം അത്ര ക്ഷീണുണ്ടാവുമ്പോൾ നാക്കുമെന്നത് വരും. പിന്നെ ഖേദിക്കും. ഒരു കാര്യമല്ല, ഹജ്ജ് പോയി. നിങ്ങളെ ഹജ്ജ് മക്ബൂൽ അല്ലാതാക്കാൻ ഇബ്ലീസ് പിന്നാലെ ഉണ്ടാവും. ആണ് നല്ലോണം ശ്രദ്ധിച്ചോ, മനസ്സുകൊണ്ട് ഉറപ്പിച്ചോ. ഒരു ദിവസം പട്ടിണി കിടന്നാൽ എനിക്കൊന്നുമില്ല, എനിക്കൊരു ദിവസം എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, എനിക്ക് പുറത്ത് കിട്ടണം എന്റെ ദോഷം സ്വർഗം, ആ ഒരു നെയ്യത്ത് മനസ്സിലാണ് കരുതിയാൽ ബാക്കിയൊക്കെ ഉണ്ട് അലിഞ്ഞു പോകും. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തിക്കപ്പെടണം. ആ ഒരു ഹുബ്, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ മനസ്സിലെ പടച്ച റബ്ബിനോടുള്ളൊരു ഹുബിന് വരണം. അതിന് വരുന്ന സമയത്ത് മനുഷ്യൻ വല്ലാതെ ഉണ്ടായിപ്പോ. അതിനാണ് നമ്മൾ ഈ വേഷം കെട്ടിക്കണമെന്ന മഹാന്മാർ പറഞ്ഞു. നിങ്ങൾ ഈ വേഷം കെട്ടിക്കണം എന്തിനാ? നിങ്ങൾ മരിച്ചു പോകുമ്പോൾ ധരിക്കുന്ന പെണ്ണുങ്ങൾ ആണുങ്ങൾ ഈ വേഷം കാണുന്നുണ്ട് അവിടെ. ശരിക്കും സ്ത്രീ പുരുഷ സങ്കലനാണ് ശരിക്കും അവിടെ നടക്കുന്നത്. ഒരു പുരുഷന്റെ മാംസലമായ ഭാഗം കാണാവുന്നതൊക്കെ പെണ്ണിന് കാണാം. ഒരു പുരുഷന്റെ ശാരീരിക അവയവങ്ങളുടെ ഘടന വരെ മനസ്സിലാകുന്ന രീതിയാണ് അല്ലാഹ് ഈ മനുഷ്യന് കൊടുത്തിട്ടുള്ളത്. ഒരു പുതപ്പേടുള്ള ഒരു തുണി എടുക്കുള്ളൂ. ഒരു പെണ്ണിനാണെങ്കിൽ മുഖം മറക്കും വേണ്ട. എന്തിനാ അള്ളാഹു അങ്ങനെ ആക്കിയത്? എന്നിട്ട് ആണും പെണ്ണിങ്ങനെ ഒട്ടിച്ചേർന്ന് തവാഫ് ചെയ്യാണ്. തിരക്കാണ്. തിരക്കുള്ള ബസ്സിനേക്കാൾ തിരക്ക് തവാഫിൽ ആണും പെണ്ണും ഒട്ടിച്ചേർന്ന് നോക്കും. മുഖാമുഖം കാണും, കൂട്ടിമുട്ടും. എന്തിനാ അങ്ങനെയൊക്കെ? എന്നാ പെണ്ണുങ്ങൾക്ക് വേറൊരു ദിവസം തവാഫാക്കിക്കൂടെ? ആണുങ്ങൾക്ക് വേറെ 2 ഹജ്ജ് കൊല്ലത്തിലുണ്ടാക്കാൻ പഠിച്ചോന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഒരു കൊല്ലം പെണ്ണുങ്ങളെ ഹജ്ജും പിറ്റത്തെ കൊല്ലം ആണുങ്ങളെ ഹജ്ജും അങ്ങനെയൊന്നും ആക്കിയില്ലല്ലോ. അതെന്തേ? അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഒരു തവാഫിന്റെ സമയം ആണുങ്ങൾക്ക് വേറെ അങ്ങനെയൊന്നും വെച്ചില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ വെക്കാം, അത് വേറെ കാര്യം. അപ്പൊ ഇതൊക്കെ ഉള്ളപ്പോഴും നിങ്ങളുടെ കൽബ് അള്ളാഹുവിൽ കേന്ദ്രീകൃതമായി നിൽക്കുന്ന ഒരു ഹൃദയപരമായ ഒരു നിയന്ത്രണ ശക്തി നിങ്ങൾക്കുണ്ടോ എന്നുള്ള നോക്കുകയാണ്. അല്ല, നിങ്ങൾ പെണ്ണുങ്ങൾ ആണുങ്ങളെയും ആണുങ്ങൾ പെണ്ണുങ്ങളെയും നോക്കി അവിടെ നടക്കുകയാണെങ്കിലോ നിങ്ങളെ ഹജ്ജല്ല. അപ്പൊ നിങ്ങളെ മനസ്സിനെ പടച്ചറപ്പ് ഒരു മൂശയിലിട്ട് ശരിക്ക് വാർക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു തട്ടാൻ സ്വർണത്തെ കത്തിച്ച് തീ കൊടുത്തിട്ട് അതൊരു പരുവത്തിലാക്കും പോലെ നിങ്ങളെ ശരിക്ക് ഭൗതികതയുടെ മധ്യയിട്ട്, പ്രയാസങ്ങളുടെ മധ്യയിട്ട്, കണ്ണഞ്ചിപ്പിക്കുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും മുമ്പിൽ തന്നിട്ട് പടച്ചം പരീക്ഷിച്ചിട്ട് കടഞ്ഞെടുക്കുകയാണ്. അപ്പൊ ലേശൊരു പ്രയാസം ഉണ്ടാവും. അതാണ് അതിന്റെ പ്രയാസം. ആ പ്രയാസമാണ് ശരിക്കും ഒരു മനുഷ്യന് സ്വർഗം കൊടുക്കുന്നത്. അപ്പൊ നല്ല ബുദ്ധിമുട്ടും നല്ല പ്രയാസമൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ മനസ്സിങ്ങനെ നിയന്ത്രിച്ച് ഒരു മെന്റൽ കൺട്രോൾ അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ, ഇതാണ് നമുക്ക് വേണ്ടത്. അത് നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ നിസ്കരിക്കാനേ പറയുള്ളൂ. അത് നിങ്ങൾക്കുണ്ടോ നോക്കിയിട്ട് ചെറിയൊരു പ്രവർത്തനം നടത്തിയിട്ട് സ്വർഗം തരികയാണ്. ഒരു 5 വക്ത് നിസ്കരിക്കുന്ന പ്രയാസമൊന്നും ഇതിനില്ല. 5 വക്ത് നിസ്കരിക്കുമ്പോൾ എത്ര ഓതണം, നിർബന്ധമായി എന്തൊക്കെ ചൊല്ലണം, അതിന് ക്രമീകരണം എത്രയാ? റുക്കോവിന്റെ മുമ്പ് സുജൂദ് ചെയ്താൽ പറ്റൂലല്ലോ. റുക്കോവിന്റെ മുമ്പ് സുജൂദ് പറ്റൂലല്ലോ. അങ്ങനെയല്ലേ? ഫാത്തിഹ അത്തഹിയ്യാത്തിൽ ഓതിയാൽ പറ്റൂല്ലോ. നേരെ മറിച്ച് ഹജ്ജിൽ ഒരുപാട് തലങ്ങും വലങ്ങൊക്കെ ഉണ്ട്. നിങ്ങൾ കല്ലെറിയും മുമ്പ് തവാഫ് ചെയ്താലും കുഴപ്പമില്ല. കല്ലെറിയാൻ പോകാതെ തവാഫ് ചെയ്ത് എന്നിട്ട് വന്ന് കല്ലെറിഞ്ഞു മതി, ഒരു കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്താൻ അള്ളാഹു അവസരം തന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ അവിടെ അമല് എന്ന് പറയുന്ന സംഗതി ചില്ലറ കാര്യങ്ങളാണ്. അറഫയിൽ കുറച്ച് നിൽക്കുക, മിനയിൽ കുറച്ച് നിൽക്കുക, ഒന്ന് കല്ലെറിയുക, അതൊക്കെയുള്ളൂ. പക്ഷെ നിങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം അത് വളരെ പ്രധാനമാണ്. അപ്പൊ ഹൃദയ വികാരമാണ് ഹജ്ജിന്റെ കാതൽ, ആത്മീയതയാണ് ഹജ്ജിന്റെ കരുത്ത്. അത് ചോർന്നു പോകുന്ന തരത്തിൽ നിങ്ങൾ വെറുതെ തവാഫ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളോട് തസൗഫിന്റെ ഭാഷയിൽ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ഒരൊറ്റ ഉടുപ്പ്, മുഖം, അതായത് അവരെ കബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീളൻ ഉടുപ്പ്. ആണുങ്ങളെ കബറിലേക്ക് കൊണ്ടുപോകുന്ന കഫം പുടവ, അതെല്ലാവരും കാണാണല്ലോ. ആ കഫം പുടവ ചുറ്റിട്ട് ഇങ്ങനെ പോവുകയാണ്. ആണുങ്ങളോട് പറയാൻ, അത് കാണുമ്പോൾ ഒരു മരണപ്പോക്കിന്റെ തോന്നലുണ്ടോ നിങ്ങൾക്ക്? വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോവാ. തസൗഫിന്റെ ഭാഷ നമ്മൾ സഞ്ചരിക്കുന്നു. കംവാത്ത് മരിച്ചവരെ പോലെ. മയ്യത്ത് കൊണ്ടുപോകും. മയ്യത്ത് കട്ടില്ല കൊണ്ടുപോവുക, ഈ മയ്യത്ത് 2 കാൽമല പോവുക. ലഫഫിന നമ്മളെ ചുറ്റിയിരിക്കുന്നു, ജുസൂമന നമ്മളെ തടിയെ, ബി അക്ഫാനിന നമ്മളെ കഫംപുടവ കൊണ്ട്. കുല്ലുൻ എല്ലാവരും, രാജാവും സാധാരണക്കാരനും ഒക്കെ, ദലീലുല്ലി മൗലാഹു, അള്ളാന്റെ മുമ്പിൽ ഇങ്ങനെ വളരെ വിനയാന്വിതനായിട്ട്. നിങ്ങൾ നോക്ക്, അങ്ങനെയാണ്. അതാണ് ഹജ്ജ്. അങ്ങനെ പോണം. അള്ളാന്റെ മുമ്പ് അങ്ങനെ നിൽക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പൊറുക്കലാണ്. അത് അള്ളാന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടേ മടങ്ങുള്ളൂ.
അങ്ങനത്തെ ഒരു ആത്മീയമായ ഹജ്ജ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതാണ് ഹജ്ജ്. ഈ ചുറ്റലൊക്കെ ചെറിയ വിഷയമാണ്. അതൊരു 5-8 നിബന്ധന പാലിച്ച് ചുറ്റിയാൽ ആർക്കും പറ്റിയത്. ചെറിയ കുട്ടിക്ക് പഠിപ്പിച്ചു, മദ്രസ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്താൽ ശരിക്കും തവാഫ് ചെയ്യും, ഒരു കുഴപ്പമില്ല. എന്നാൽ ഞാനതിനെ ചെറുതാക്കില്ല, അതിന്റെ നിബന്ധനയൊക്കെ പാലിക്കണം. അത് വേറെ കാര്യം. മസ്അലന്റെ നൂലാമാല പടഞ്ഞ് മനുഷ്യനെ ഇടങ്ങേറാക്കി പേടിപ്പിക്കുന്നേക്കാൾ പ്രധാനം ഈ ആത്മീയത കൈവടിയാക്കല. ആ മസ്അലകളിൽ എന്തെങ്കിലും ചില്ലറ പാളിച്ചൊക്കെ വന്നാൽ പൊറുക്കാൻ വകുപ്പുണ്ട്. മനസ്സ് പാളിയ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ബേസ് പോയാൽ പിന്നെ അതിന്റെ ബാക്കിയൊക്കെ പോയി എന്ന് കരുതി അമലിന് പ്രാധാന്യം, ഫിഖ്ഹിന് പ്രാധാന്യമുണ്ട്. പക്ഷെ ഫിഖ്ഹിന്റെ പ്രാധാന്യത്തിന്റെ മുമ്പ് അടിത്തറയാകുന്ന തസൗഫ് ശരിയാക്കണം. ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. രണ്ടും കൂടി വേണം, ഫിഖും തസൗഫും കൂടി വേണം. അതാണ് വമൻ ജമഅ ബൈനഹുമാ ഫഖത്ത് തഹഖഖ എന്ന് പറയാൻ കാരണം. മൻ തസവ്വഫ വലം യതഫഖഹ്, തസൗഫുണ്ട് ഫിഖ് ഇല്ല, ഫഖത്ത് തസന്തക. നേരെ തിരിച്ചാണെങ്കിലോ വമൻ തഫഖഹ വലം യതസവ്വഫ്, ഫിഖ് ഉണ്ട് തസൗഫ് ഇല്ല. അപ്പോഴോ ഫഖത്ത് തഫസ്സക, മുഫാസിക. അതാ മനസ്സിലാക്കേണ്ടത്. രണ്ടും കൂടുമ്പോഴോ വമൻ ജമഅ ബൈനഹുമാ ഫഖത്ത് തഹഖഖ, രണ്ടും കൂടുമ്പോഴാണ് ശരിക്കും തഹക്കീക്ക്. ആ തഹക്കീക്ക് യോജിക്കുമ്പോഴാണ് അള്ളാഹ് സ്വീകരിക്കുന്നത്. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. ഹജ്ജിന്റെ പുറം പഠിക്കണം ആദ്യം, എന്നിട്ട് അകത്ത് പോയിട്ട് കാര്യമുള്ളൂ. ഹജ്ജിന്റെ പുറം ഒരുപാട് പഠിക്കാണ്ട്. അത് പഠിക്കുമ്പോഴേ നമുക്ക് ഹജ്ജ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ ഹജ്ജ് ചെയ്യുന്നവന്റെ ഹജ്ജ്, അവൻ ഒരു റൂട്ടിലേക്കാണ് പ്രവേശിച്ചാൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, പിന്നെ പടച്ചവനോട് ഏറ്റെടുക്കും. റൂട്ടിക്കാണ് കയറിയാൽ പിന്നെ പടച്ചവന് പോയി. പ്ലെയിൻ ലാൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പൊങ്ങുമ്പോഴേ പ്രയാസമുള്ളൂ. മേലാണ് കയറിയാൽ പിന്നെ സുഖമായിട്ട് പോവത്. എന്ന പോലെ നമ്മൾ ഇതിന്റെ ആ തുടക്കം റെയിൽക്കാണ് കയറിയാണ്ടല്ലോ, പിന്നെ അങ്ങനെ പോയി, പിന്നെ അള്ളാഹ് കൊണ്ടുപോയിക്കോളും അങ്ങനെ. അപ്പൊ ആ തുടക്കത്തിൽ നമ്മുടെ മനസ്സ് ഇതിൽ ലയിച്ചു ചേരുക എന്നുള്ള ഒരു അതിശക്തമായ ആത്മീയ വികാരം നിങ്ങളിൽ പുറപ്പെടണം. അത് പുറപ്പെടുമ്പോഴേ ശരിക്കും ഹജ്ജാകൂ, അല്ലെങ്കിൽ കഴിയില്ല. അതാണ് അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന എന്ന് പറഞ്ഞ അർത്ഥം. ഈ ജസാ, പ്രതിഫലം സ്വർഗമല്ലാത്ത മറ്റൊന്നില്ലേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഇനി മസലേക്ക് ഞാൻ ഒരുപാട് ഇതിന്റെ തസവ്വുഫിന്റെ വശങ്ങൾ പറയണ്ട, സമയം കണ്ട 1 മണിയായിട്ട് വല്ലാതെ നീട്ടാൻ വയ്യ. ബഷീർ വൈസി കുറച്ച് കാര്യങ്ങൾ പറയാണ്ടാവുമെന്ന് എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിന് അവസരം കൊടുക്കുക. ഇവിടെ നമ്മൾ ഇതിന്റെ മസായിലുകളിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഓരോന്നും അറിഞ്ഞു ചെയ്യുക എന്നത് ഇസ്ലാം കൽപ്പിച്ചെടുക്കുക. ഇമാം നബി തങ്ങൾ ഇലാഹ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഹജ്ജിന് ഒരുങ്ങിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ തഅലീം ശരിക്കും നടത്തൽ ആദാബിൽപ്പെട്ടതാണ്. അയ്യതഅല്ലമ കൈഫിയതഹു, ഹജ്ജിന്റെ കൈഫിയത്ത് പഠിക്കണം. പോരാ, അവന്റെ കയ്യിൽ വഅൻ യസ്തസ്ഹിബ മഅഹു കിതാബൻ വാദിഹൻ ലിൽ മനാസികി, മനാസിക്കിന്റെ നല്ലൊരു കിതാബ് കയ്യിൽ വെക്കണം. വഅൻ യുദീമ മുതാലഅ, അവൻ മുതാലഅ ചെയ്തുകൊണ്ടേയിരിക്കണം. വഅൻ യുദീമ മുതാലഅതഹു, അതിന്റെ മുതാലഅത്ത് അവൻ നീട്ടിക്കൊണ്ടേയിരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ ശരിക്കും നമ്മൾ കിതാബ് മുതാലഅ ചെയ്യണം, പഠിക്കണം, ചെയ്യണം. അങ്ങനെ നിങ്ങൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടാൻ തീരുമാനിച്ചോളൂ. ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുകയാണെങ്കിൽ കുറെ ആദാബുകളൊക്കെ ഉണ്ട്. ഹജ്ജിന്റെ ഒരുക്കങ്ങൾ, ആദാബുകൾ. 150 പേര് ഇതിൽ ഉംറക്കാരാണ്. അപ്പൊ ഉംറക്കാരായ ആളുകൾക്ക് കൂടി ഭരിക്കുന്ന തന്നെയാണ് ഈ പറയുന്നത്. ഉംറക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഉംറ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആമുഖത്തിൽ പറഞ്ഞതൊക്കെ ഉംറ തന്നെയാണ്. ഉംറയിൽ നിന്ന് ഹജ്ജ് വ്യത്യസ്തമാകുന്നത് മിന, അറഫ, മുസ്ദലിഫ, കല്ലേറുണ്ട് എന്നുള്ളൂ. അപ്പൊ ഉംറക്ക് ഇറാൻ ചെയ്ത ഒരാൾ മനസ്സിലാക്കേണ്ടത്, ഉംറക്കാരനാണെങ്കിൽ ഹജ്ജുകാരനാണെങ്കിലും ആദ്യം ചെയ്യുക ഉംറയാണ്, ഹജ്ജിന് പോണാളൂ. അപ്പോൾ ഉംറ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലളിതമായ ഉംറയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എല്ലാവരും ഇന്ന് ശ്രദ്ധിക്കണം, 1 മണിയാവുന്നുണ്ട്. നിങ്ങളൊക്കെ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അള്ളാഹു ഇത് നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു അമലാക്കി തീർക്കട്ടെ. ഉംറ എന്ന് പറഞ്ഞാൽ 4 പ്രവർത്തനമേ ഉള്ളൂ. ആകെ 4 പ്രവർത്തനം. 4+1 4 വാജിബായ കാര്യങ്ങളും 4 ഫർളായ കാര്യങ്ങളും 1 വാജിബുമാണ് ഉംറ. 4+1 എന്ന് പറയും. ഇനി എങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 4 വാജിബ് എന്ന് പറഞ്ഞാൽ ഇഹ്റാം കെട്ടുക, തവാഫ് ചെയ്യുക, സഅയ് ചെയ്യുക, മുടി മുറിക്കുക. വാജിബ് എന്ന് പറഞ്ഞാൽ മീഖാത്ത് ഇഹ്റാം ചെയ്യത്തേ ഉള്ളൂ. മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായി പാലിച്ചാൽ ഉംറയായി. അവർ ഉംറ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്? 1 ഇഹ്റാം, അവർക്കും വേണം, അല്ലാത്തവർക്കും വേണം. ഒന്നാമതായി നമ്മൾ ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്യുക എന്നാൽ എന്താണ്? വളരെ പെട്ടെന്ന് ചുരുക്കി ഞാൻ പറയാം, ഇതൊക്കെ വിശദീകരിച്ച് പിന്നെ പറഞ്ഞുതരും. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ
6 അദബുകൾ പാലിച്ച് നിയ്യത്ത് ചെയ്യാന്നാ പറയാം. 6+1 അങ്ങനെ പറയണമെന്ന് വെച്ചപ്പെട്ട് തലേ കയറാനാ. എങ്ങനെ 6? 1, ദേഹത്ത് നീക്കൽ സുന്നത്തുള്ള മുടികൾ നീക്കി നഖം മുറിച്ച് ഇഹ്റാമിന് വേണ്ടി കുളിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി കുളിച്ച് അല്പം സുഗന്ധം പൂശി ഇഹ്റാമിന്റെ ഡ്രസ്സ് ധരിച്ച് 2 റക്അത്ത് ഇഹ്റാമിന്റെ സുന്നത്ത് നിസ്കരിക്കുക. 6 കാര്യം. ഞാൻ 6 എണ്ണി 6ഉം വിശദീകരിച്ച് പറയേണ്ടതാ. ഇൻഷാ അല്ലാഹ് ബഷീർ വൈസി പറഞ്ഞുതരും. പിന്നീട് പോകാനാവുമ്പോൾ ഒന്നുകൂടി ആവർത്തിക്കേണ്ടി വരും. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലാത്തോണ്ടാ. പിന്നെ ഇതിൽ മസലാപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കുളി, ഈ നഖം മുറിക്കൽ, ഈ മുടി നീക്കൽ, ഇതൊക്കെ ആർത്തവകാരികൾക്കും ചെയ്യാവുന്നതാണ്. അങ്ങനെ തന്നെ കിതാബിലുണ്ട്. അതെന്താ അങ്ങനെ വരാൻ കാരണം? ആർത്തവകാരിക്ക് ഇഹ്റാം ചെയ്യാൻ ശുദ്ധിയാകുന്നത് വരെ കാത്തിരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ അവൾക്ക് ഈ അവസ്ഥയിൽ മുടിയും നഖവും നീക്കാവുന്നതാണ്. ഫിഖ്ഹിന്റെ കിതാബിൽ വ്യക്തം. എന്നാൽ ജനാബത്തുള്ള ഒരാൾ ജനാബത്ത് കുളിക്കാതെ ഇഹ്റാം ചെയ്യരുത്. എന്താ വെച്ചാൽ അയാളുടെ ജനാബത്ത് കുളിക്കുന്നതോടുകൂടി നീങ്ങി. ആർത്തവമുള്ള സ്ത്രീ കുളിച്ചാൽ നീങ്ങൂല, ശുദ്ധിയായിട്ട് കുളിച്ചാലേ നീങ്ങുള്ളൂ. അതുകൊണ്ടാണ് ആ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഹജ്ജിന് വേണ്ടി സുഗന്ധം പൂശൽ, അതിൽ ആണും പെണ്ണും തുല്യ. പെണ്ണുങ്ങൾക്ക് സെന്റ് പൂശാമെന്ന് അപ്പ ചോദിക്കണ്ട. കിതാബിൽ വ്യക്തമായി പറയുന്നുണ്ട് പെണ്ണിന് സെന്റ് പൂശ. ഇതിനു വേണ്ടി മാത്രം, അങ്ങാടി പോകാനല്ല. ഹജ്ജിന് ഇഹ്റാം ചെയ്യുമ്പോൾ സുഗന്ധം അത് ശരീരത്തിൽ പൂശിയാൽ മതി. വസ്ത്രത്തിലാക്കേണ്ട. വസ്ത്രത്തിലാക്കിയാൽ അത് നിലനിൽക്കും. അത് വീണ്ടും എടുത്ത് ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ഈ 6 കാര്യം ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുക. ഇത് ഞാൻ വിശദീകരിക്കുന്നത്. എന്താ വിശദീകരിക്കാത്തത്? ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, പോകുമ്പോൾ പിന്നെയും പറയേണ്ടി വരും. ഒരു രൂപം തരികയാണ്. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഇതുകൊണ്ടൊന്നും ഇഹ്റാമാവൂല. ഇതൊന്നും ഇഹ്റാമല്ല. നിങ്ങൾ മുടി നീക്കി, നഖം നീക്കി, കുളിച്ചു, വസ്ത്രം ധരിച്ചു, സുഗന്ധം പൂശി, അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? 2 റക്അത്ത് നിസ്കരിച്ചും ചെയ്തു. അപ്പൊ ആർത്തവമുള്ള സ്ത്രീയോ നിസ്കരിക്കണ്ട. നിസ്കരിക്കാതെ ഇഹ്റാം ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഈ കാര്യങ്ങളൊന്നും ഒരാളും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. വസ്ത്രം മാത്രം ധരിച്ചു. ഇയാൾ മുടി നീക്കില്ല, നഖം മുക്കില്ല, കുളിച്ചില്ല, സുഗന്ധം പൂശിയില്ല, സുന്നത്ത് നിസ്കരിച്ചതുമില്ല, 5ഉം ചെയ്തില്ല. വസ്ത്രം ധരിച്ചിട്ട് ഇഹ്റാം ചെയ്തു. ശരിയാവും, ഒരു കുഴപ്പമില്ല. പിന്നെന്തേ കുഴപ്പം? ലാക്കിൻ ഫാത്തത്തുൽ ഫദീലത്തു, കുറെ ശ്രേഷ്ഠത പോയി. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. വേറെ കുഴപ്പം ഹജ്ജിനൊരു ബാധിക്കൊന്നുമില്ല. ഹജ്ജിന് ബാധിക്കൂല. അപ്പൊ നിസ്കരിച്ചില്ല എന്ന് കരുതി കുഴപ്പമില്ല. എന്നാൽ പുണ്യം കിട്ടാൻ എല്ലാം ചെയ്യലും നല്ലതാ. ആർത്തവമുള്ള സ്ത്രീക്ക് ഇളവുള്ളതുകൊണ്ട് അവർക്ക് ആ കൂലി നഷ്ടപ്പെടില്ല. അങ്ങനെ നമ്മൾ ഇഹ്റാം ചെയ്യൽ എങ്ങനെയാ? നബൈത്തുൽ ഉംറത വാഹിറംതു ബിഹാലില്ലാഹി തആല. ഞാൻ അള്ളാഹുവിന് വേണ്ടി ഒരു ഉംറ ചെയ്യാൻ കരുതി. മതി. മലയാളത്തിൽ പറഞ്ഞാലും മതി, അറബി പറഞ്ഞാലും മതി, 2 കൂട്ടി പറഞ്ഞാലും നന്നായി. പക്ഷെ പറഞ്ഞാൽ പോരാ, കൽബിൽ ഉറക്കണം. നാവുകൊണ്ട് പിന്നെ പറഞ്ഞാൽ സുന്നത്ത് കൂടി കിട്ടും. ആ തലഫുദ് ബിൽ മൻവി സുന്നത്തേ ഉള്ളൂ. നാവുകൊണ്ട് പറഞ്ഞ് മനസ്സ് കരുതാതെ പറ്റൂല, മനസ്സ് കരുതിയാൽ നാവുകൊണ്ട് പറയാതെ പറ്റും. 2 കൂടി ആ സുഖായി. അങ്ങനെ നമ്മൾ ആ നിയ്യത്ത് ചെയ്താൽ പിന്നെ ഇഹ്റാമിലാന്ന് മനസ്സിലാക്കണം. ഇഹ്റാമിൽ ഹറാമായ 10 കാര്യങ്ങളുണ്ട്. അത് പഠിച്ചു വെക്കണം. അത് ഉംറക്ക് പോകുമ്പോൾ പഠിക്കണം, ഹജ്ജിന് പോകുമ്പോൾ ഉംറക്ക് ഒരുപോലെ തന്നെയാണ്. ഞാൻ വിശദീകരിക്കാതെ വേണമെങ്കിൽ പറയാം, വിശദീകരണം ഇപ്പൊ പറയുന്നില്ല. 10 കാര്യങ്ങൾ ഇഹ്റാം ചെയ്താൽ പറ്റൂല. ഒന്ന്, പുരുഷന്മാർ ചുറ്റി തുന്നിയ വസ്ത്രം ധരിക്കാൻ പറ്റൂല. അപ്പൊ തന്നെ കുറെ ചോദ്യം വരും. അതിന് മറുപടി, ചുറ്റി തുന്നിയതൊക്കെ ധരിക്കുക, വസ്ത്രം വാഞ്ഞാൽ മതി. ഇത് ചുറ്റി തുന്നിയതാ. അപ്പൊ പിന്നെ ബെൽറ്റ് കെട്ടാമോ ചോദിക്കണ്ട, ബെൽറ്റ് വസ്ത്രമല്ല. ഒരാൾ വസ്ത്രം ധരിക്കാതെ ബെൽറ്റും കെട്ടിങ്ങനെ വസ്ത്രം ധരിച്ചോടെ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞതാണ് പ്രശ്നം. വസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സാധനവും നിങ്ങൾ ചുറ്റി തുന്നിയത് ധരിക്കരുത്. അടിവസ്ത്രം പറ്റില്ല, പാന്റ് പറ്റില്ല, പൈജാമ പറ്റില്ല, ജുബ്ബ പറ്റില്ല, കോട്ട് പറ്റില്ല, കന്തൂറ പറ്റില്ല, കുപ്പായം പറ്റില്ല, ഒന്നും പറ്റില്ല. സ്ത്രീകൾക്ക് ഇതൊക്കെ പറ്റും. ഏത് അടിവസ്ത്രവും എല്ലാം പറ്റും. ചുറ്റിത്തുന്നൽ അവർക്ക് ബാധകമല്ല. അപ്പൊ ചുറ്റിത്തുന്നിയ വസ്ത്രമല്ലാത്തൊക്കെ പറ്റും. അപ്പൊ ഷൂ പറ്റുമെന്ന് ചോദിക്കും, പറ്റൂല. മുൻഭാഗത്ത് കൂടെ നമുക്ക് നേരെ നോക്കിയാൽ വിരല്, ബാക്ക് കൂടെ നോക്കിയാൽ മടമ്പ്, പൂർണ്ണമല്ലെങ്കിലും അത് കാണത്തക്ക വിധത്തിലുള്ള ഏത് പാദരക്ഷയും ധരിക്കാം. ഇതാണ് ഇതിന്റെ നിയമം. 2, പുരുഷന്മാർ തല മറക്കരുത്. തല മറക്കാനേ പാടില്ല. ചുറ്റലും തുന്നലും വിഷയമല്ല, മറക്കാനേ പറ്റൂല. 3, സ്ത്രീകൾ മുഖം മറക്കരുത്, മുൻകൈയിന് ഉറ ധരിക്കരുത്. ഗ്ലൗസ് ഇടാൻ പാടില്ല, മുഖം മറക്കാൻ പാടില്ല. അത് 2 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് തീരെ പറ്റൂല. 4, 2 കൂട്ടരും സുഗന്ധം പൂശരുത്. 5, തലമുടിയിലും താടിരോമത്തിലും എണ്ണ പൂശരുത്. വേറെ എവിടെയെങ്കിലും എണ്ണ പൂശിക്കോ, കുഴപ്പമില്ല. 6, നമ്മുടെ ദേഹത്തുനിന്ന് ഒരു മുടി നീക്കരുത്. 7, ദേഹത്തുനിന്ന് ഒരു നഖവും നീക്കരുത്. 8, വിവാഹബന്ധം പാടില്ല, നിക്കാഹ് നടത്താൻ പാടില്ല. ഇഹ്റാം കെട്ടിയാൽ ഹനഫി മദ്ഹബിൽ പറ്റും, ഷാഫിയിൽ പറ്റൂല. 9, വേട്ടമൃഗത്തെ ഉപദ്രവിക്കാൻ പാടില്ല. 10, ലൈംഗിക ബന്ധമോ ആമുഖങ്ങളോ പാടില്ല. ഈ 10 കാര്യം ഇതെന്തിനാന്ന് വെച്ചാൽ
ഭൗതികമായ സുഖ സൗകര്യങ്ങളിൽ നിന്നും മനുഷ്യൻ മാറി നിൽക്കുക എന്നുള്ളതാണ്. അതിന്റെ തെളിവാണ് വേട്ട വേണ്ട എന്ന് പറയുന്നത്. വേട്ട എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കിതാബിൽ പറയുന്നത് രാജാക്കന്മാരുടെ വിനോദത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഒരു വിനോദവും വേണ്ട. വേട്ടയല്ലാത്ത പശു, ആട്, കോഴിയൊക്കെ തിന്നോ? കോഴിനൊന്നും ആരും വേട്ടയിടാൻ പോലല്ലോ. വേട്ട മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന വേട്ടയാടുക എന്ന വിനോദം. വിവാഹം കഴിക്കുക ഒരു സൗഖ്യപ്രവർത്തനമാണ്, വേണ്ട. എണ്ണ പൂശ, മുടിയൊക്കെ ഒന്ന് ചീകിയിട്ട് മിനിക്ക് ഉഷാർ, വേണ്ട. നീ സോപ്പ് തേക്കേണ്ട സുഗന്ധമുള്ള, നിനക്കൊരു ഭൗതികമായ സൗകര്യങ്ങളും വേണ്ട. അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടി പുരണ്ട് ഇറങ്ങി താഴേക്കാണ് പോവാ തന്നെ. അള്ളാഹിന്റെ മാർഗത്തിൽ പൊടി പുരണ്ട് എടങ്ങാറായി ബുദ്ധിമുട്ടി ഇത് സഹിക്കാൻ തയ്യാറാവുക. ആ ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ നിന്നെ അള്ളാഹു കബൂൽ ചെയ്യും. അഷ്ഖസും അഅ്ബറുമായിരിക്കണം. നീ പൊടി പുരണ്ട് മുടി ജടക്കുത്തി, നിന്നെ കണ്ടാൽ നീ ഒരു യോഗ്യനാണെന്നൊന്നും തോന്നണ്ട. നീ മുടിയൊക്കെ ചീകി വേറൊന്ന് വ്യത്യസ്തനാവണ്ട. ഒരു സാധാരണ ഫക്കീറിനെ പോലെ അങ്ങ് ആയാൽ മതി എന്ന് കരുതി നിന്റെ ദേഹത്ത് നജസ് ഉണ്ടെങ്കിൽ മാറ്റണം. നജസിൽ നിന്ന് നീ ശുദ്ധമാകണം എന്നേ ഉള്ളൂ. ഒരു പവറും ഒരു അന്തസ്സും നിനക്ക് വേണ്ട. അങ്ങനെ നീ കഅബത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എങ്ങനെ? നേരെ നമ്മൾ പോകുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറെ ആദാബുകളുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി എമിഗ്രേഷൻ നടപടിക്രമങ്ങളും അനുബന്ധ കാര്യങ്ങളും പൂർത്തിയാക്കി പരിശുദ്ധ കഅബത്തിന്റെ അടുത്തെത്തിയാൽ ഇനി ചെയ്യാനുള്ള എന്താ? ഇഹ്റാം കഴിഞ്ഞു, ഇനി തവാഫ്. 8 നിബന്ധനകൾക്ക് വിധേയമായി കഅബ. എന്തൊക്കെയാ 8 നിബന്ധന? അത് ഉസ്താദുമാർ ഇനിയും വിശദീകരിച്ചു തരും. ഞാനിപ്പോ ഇവിടെ നല്ല ചൂടുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അതിലൊന്ന് നിയ്യത്ത് ചെയ്യണം. ഞാൻ ഇന്ന് ചെയ്യുന്നത് നിയ്യത്ത് ചെയ്യണം. ഹജ്ജിനും ഉംറക്കുമാണെങ്കിൽ ആ നിയ്യത്ത് ചെയ്തില്ലെങ്കിലും ശരിയാവും മസല പ്രകാരം. എങ്കിലും തവാഫിന് നിയ്യത്ത് ചെയ്യൽ നല്ലതാ. 2, ഔറത്ത് എന്താ? അത്തവാഫു കസ്വലാത്തി. നിസ്കാരത്തിൽ എന്താ ഔറത്ത്? അതന്നെ. 3-ാമത്തെ ശുദ്ധി. എല്ലാ ശുദ്ധിയും എന്ന് പറഞ്ഞാൽ എന്താ? നജസ് ദേഹത്തിലുണ്ടാവരുത്, വസ്ത്രത്തിലുണ്ടാവരുത്, കയ്യിൽ പിടിച്ചതിലുണ്ടാവരുത്. ഉളു ഉണ്ടാവുകയും വേണം. അപ്പൊ തവാഫ് ചെയ്യണമെങ്കിൽ ആർത്തവമുള്ള സ്ത്രീക്ക് പറ്റില്ല. ഹജ്ജിൽ ആർത്തവമുള്ള സ്ത്രീക്ക് പറ്റാത്തൊറ്റ സംഗതിയുള്ളൂ, ആ സമയത്ത് തവാഫ് മാത്രം പറ്റൂല, ബാക്കിയൊക്കെ പറ്റും. 4-ാമത്തേത് ഹജറുൽ അസ്വദിന്റെ മൂലയിൽ നിന്ന് ആരംഭിച്ച് അവിടെ തന്നെ അവസാനിക്കണം. നോക്കൂ, ഈ മൂലയിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ. 5-ാമത്തേത് കഅബ ഇടതുവശത്താക്കണം. 6-ാമത്തേത് ശരീരം കഅബക്ക് പുറത്താകണം. 7-ാമത്തേത് തവാഫ് പള്ളിക്കുള്ളിലാവണം. 8-ാമത്തേത് 7 ചുറ്റ് പൂർത്തിയാവണം. ഈ 8 നിബന്ധനകൾ നിങ്ങൾക്ക് പാലിക്കാമോ? നിങ്ങൾ തവാഫ് സ്വഹീഹാണ്. ബാക്കി കുറെ സുന്നത്തുകൾ കൂട്ടിച്ചേർത്താലോ പുണ്യം വർദ്ധിക്കും. എന്തൊക്കെയാ തവാഫ്? ഹജൽ അസ്വദ് ചുംബിച്ചു തുടങ്ങൽ ഒരു സുന്നത്ത്, കഴിയില്ലെങ്കിൽ തൊട്ടുമുത്തലൊരു സുന്നത്ത്, അതിനും കഴിയില്ലെങ്കിൽ ഇങ്ങനെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ആംഗ്യം കാണിച്ച് മുത്തൽ ഒരു സുന്നത്ത്. അതുപോലെ തന്നെ ഓരോ ചുറ്റിലും പ്രത്യേക ദുആ ഉണ്ട്. ആ ദുആ തന്നെ ചൊല്ലിയാൽ നല്ലത്, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്ന ദുആ ചൊല്ലുക. ഓരോ ചുറ്റിലുമുള്ള ദുആകൾ പ്രത്യേകം ചെല്ലുന്നതോടൊപ്പം റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന എന്നുള്ള ദിക്ർ ചൊല്ലുക. ഭയഭക്തി കാത്തു സൂക്ഷിക്കുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് മാത്രം ഇൽത്തിബാൾ, മുണ്ട് ക്രോസിലിടുക. അത് തവാഫിൽ മാത്രം മതി. ഷാഫി മദ്ഹബിൽ സഈലും വേറെ സമയത്തൊന്നും വേണ്ട. ആദ്യത്തെ 3 ചുറ്റിൽ പുരുഷന്മാരെ ഇളകി നടക്കാൻ റമല് നടത്തെന്ന് പറയും, സാധിക്കുമെങ്കിൽ, തിരക്കില്ലെങ്കിൽ, കൂടെ സ്ത്രീകളില്ലെങ്കിൽ. അതുപോലെ തന്നെ ഈ ചുറ്റുകൾ ചുറ്റുന്ന സമയത്ത് പരമാവധി പുരുഷന്മാരടുത്തും സ്ത്രീകൾ അകന്നുമാണ് നിൽക്കേണ്ടത്. അത് അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച്. ഈ ചുറ്റുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ, 7 ചുറ്റ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ, അതിനിടയ്ക്ക് റുക്നുൽ യമാനിയുടെ അടുത്ത് വരുമ്പോൾ ആംഗ്യം കാണിച്ച മുത്തൽ പ്രത്യേക സുന്നത്തുണ്ട്. 7 ചുറ്റും പൂർത്തിയായി കഴിഞ്ഞാൽ മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുക. ആ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ഞാൻ തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കുന്നത് നിയ്യത്ത് ചെയ്യുക. എല്ലാ ഹജ്ജുമായി ബന്ധപ്പെട്ട നിസ്കാരത്തിലും 1-ാം റക്അത്തിൽ കുലിയായിൽ കാഫറൂൻ, 2-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അത് ഓതിക്കഴിഞ്ഞതിന് ശേഷം നേരെ കയറുക. അല്പം അത് ഓതി നിസ്കരിച്ചതിന് ശേഷം സംസം കിട്ടുമെങ്കിൽ കുടിക്കുക. നേരെ കയറുക സൊഫയിലേക്ക്. ഇപ്പൊ നമ്മൾ നിയ്യത്ത് ചെയ്ത് തവാഫ് ചെയ്ത് 2 കഴിഞ്ഞ് 2 ഉള്ളൂ. നേരെ കയറി സഴിന്. സഴി സൊഫയിൽ നിന്നാണ് ആരംഭിക്കുക. സൊഫ മർവ 2 മലകളാണ്. ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. ആ മലയിൽ നിന്ന് കഅബ നോക്കിയാൽ സൊഫയുടെ ഭാഗത്ത് കാണും. കഅബക്ക് തിരിഞ്ഞിങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് അബ്ദഉ ബിമാ ബദ അല്ലാഹു റസൂലുഹു ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഈ ദുആ പരിശുദ്ധ ഖുർആന്റെ ഒരു ആയത്താണ്. അത് ഓതിയിട്ടാണ് തുടങ്ങാൻ നിയ്യത്ത്. ഞാൻ സഴി ചെയ്യുന്നു ഉംറയുടെ. സഫീൻ തുടങ്ങി മർവയിലേക്ക് നടക്കുക, മർവയിൽ നിന്ന് ഇങ്ങോട്ട് നടക്കുക.
ഇതിന് 4 ഷർത്താ. 4 ഷർത്ത്. 1, തവാഫിന്റെ ശേഷമായിരിക്കണം. സൊഫയിൽ നിന്ന് തുടങ്ങണം. ദൂരം മുഴുവൻ നടക്കണം. 7 തവണയാകണം. പക്ഷെ തവാഫും സഴിയും തമ്മിൽ വ്യത്യാസം. തവാഫ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ചുറ്റി അവിടെ വന്നാലേ ഒന്നാവും. സഴി ഇവിടുന്ന് അവിടെ എത്തിയതിനെ ഒന്നാവും. തിരിച്ചും കെട്ടിയത് 2 ആവും. അപ്പൊ സൊഫയിൽ നിന്ന് തുറന്ന് 7 മറവിൽ അവസാനിക്കും. 3 കഴിഞ്ഞു. അതിന് സുന്നത്ത് എന്താ? സുന്നത്ത് പ്രത്യേകിച്ച് സുന്നത്തുകളാണ്. ഒതു സുന്നത്തേ ഉള്ളൂ. ഒതുല്ലെങ്കിൽ സഴി ശരിയാവും. ഒതു മുറിഞ്ഞാൽ സഴി ശരിയാവും. ഔറത്ത് മറക്കലും സുന്നത്തേ ഉള്ളൂ. ഒരു മുടിയൊക്കെ കണ്ടാലും പ്രശ്നമില്ല. തവാഫിൽ അത് പറ്റൂല പെണ്ണുങ്ങൾക്ക്. പുരുഷന്മാരെ പൊക്കൾ കണ്ടാൽ തവാഫ് പോവും, സഴി പോവില്ല. അതുപോലെ തന്നെ ഓരോ സഴിയിലും പ്രത്യേക ദുആ ഉണ്ട്. സഫയിലും മറവയിലും പ്രത്യേക ദുആ ഉണ്ട്. സഫന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇന്ന സഫ ചൊല്ലണം. മറവിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ദുആ ചെയ്യണം. സഫയുടെയും മറവിടെ എത്തുമ്പോൾ ഈ ആയത്ത് ചൊല്ലണം. അങ്ങനെ ഭയഭക്തിയോടുകൂടി ഒരു നടത്താണ്, അന്തം വിട്ട നടത്താവരുത്. അങ്ങനെ നടന്ന് നമ്മൾ അപ്പൊ ഈ സഴി നടക്കുമ്പോൾ അതിന് പ്രത്യേക നിബന്ധനയൊന്നുമില്ല. തിരിയാ മറിയാ. തവാഫിൽ അങ്ങനെ പറ്റില്ല. തവാഫിൽ ഇടഭാഗം കീപ്പ് ചെയ്ത് നടക്കണം എന്നാ. സഴിയിലാണെങ്കിൽ എങ്ങനെയും നടക്കാം. അപ്പൊ സഴിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു അന്തപ്പെടൽ തോന്നും. അപ്പൊ ചിലപ്പോൾ ഫോൺ എടുത്ത് വിളിക്കും, ഞാൻ 7ാമത്തെ സഴി ആയി 8ാമത്തെ ആയി നോക്കും. എന്ത് സഴിയാണത്? അങ്ങനെ ഫോണൊന്നും ചെയ്യരുത്. അവിടെയൊക്കെ ഭയഭക്തി കാത്തു സൂക്ഷിച്ച് നല്ല നിലക്ക് ഇബാദത്താന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഇബാദത്ത് ചെയ്ത് അവസാനിപ്പിക്കുക. മറുവയിൽ കഴിഞ്ഞു. നമ്മുടെ ഉംറയുടെ ഇഹ്റാം കഴിഞ്ഞു, തവാഫ് കഴിഞ്ഞു, സഴി കഴിഞ്ഞു. ഇനി മുടി മുറിക്കലാണ്. പുരുഷന്മാർ മുടി മൊത്തം മൊട്ടയടിക്കുക, നല്ലതാ. ഹജ്ജിന്റെ പിന്നെ അടിക്കുക. സ്ത്രീകൾ മുടി മൊത്തം തൂക്കിയിട്ട് തലപ്പ് വെട്ടുക, മതി. അസല് ഒരാൾക്ക് തഹലുലാവാൻ 3 മുടി 2 കൂട്ടർ എവിടുന്നേലും 3 മുടിയാണ് മുറിച്ചിട്ടാ മതി. കിബിലക്ക് തിരിഞ്ഞ് 3 മുടിയാണ് മുറിച്ചിട്ടാ മതി. ഞാൻ തഹലുലാകുന്നു, തഹലുലായി. ഇപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ഹറാമായതൊക്കെ ഹലാലായി. ഇനിയൊരു കുഴപ്പമില്ല. സോപ്പ് തേക്കാ, കുളിക്കാ, സുഗന്ധം പൂശാ, എല്ലാം ധരിക്കാം. ഈ മുടി മുറിക്കുന്നതോടുകൂടി നിങ്ങൾ ഉംറയിൽ നിന്ന് തഹല്ലുലായി. നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇഹ്റാമിന്റെ കുളി കുളിച്ച്, മുടി മുറിച്ച്, നഖം മുറിച്ച് എയർപോർട്ടിലെത്തി ഇഹ്റാമിന്റെ ഡ്രസ്സ് മാറ്റി നിങ്ങൾ ഇഹ്റാമിന്റെ നിസ്കാരം നിസ്കരിച്ച് നിയ്യത്ത് ചെയ്ത് മക്കത്തെത്തി തവാഫ് ചെയ്ത് സഴി ചെയ്ത് മുടി മുറിച്ചു. ഈ കർമ്മം ചെയ്താൽ ഉംറ കഴിഞ്ഞു. വളരെ ലളിതമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു 1.5 മണിക്കൂർ എടുത്ത് പറയേണ്ട കാര്യമാണ് ഇപ്പൊ ചെറുതാക്കി പറഞ്ഞത്. സമയത്തിന്റെ ഒരു കുറവുണ്ട്. കാരണം എനിക്ക് 1 മണി വരെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇൻഷാ അല്ലാഹ്. ഏതായാലും ഇത്രയൊക്കെ നിങ്ങളോട് വരാനും പറയാനും എനിക്ക് തൗഫീഖ് അല്ലാഹ് തന്നതിന് ഞാൻ അള്ളാഹുവിനോട് നന്ദി പറയാം. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. നിങ്ങളിവിടെ വന്നല്ലോ, ഇനിയും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാകുമല്ലോ. നിങ്ങൾക്ക് വളരെ പ്രധാനമായി കിട്ടാൻ പോകുന്ന ഒരു കാര്യം, ഈ ഹജ്ജ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യം അള്ളാഹുവിന്റെ മഗ്ഫിറത്താണെങ്കിൽ ഇത് ശരിയാവുക എന്നത് എന്റെയും നിങ്ങളുടെയും ഒരു ആവശ്യമാണ്. അള്ളാഹു നമ്മുടെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമാക്കി തരട്ടെ.